ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നാം വായിച്ചത് 4 വേദവാക്യങ്ങളാണ്. സംഖ്യാപുസ്തകം 24-ാം അധ്യായം 1-ാം വാക്യം, ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് ദൈവത്തിന് പ്രസാദകരം. 115-ാം സങ്കീർത്തനത്തിലെ 12-ാം തിരുവചനം, കർത്താവ് നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും. ഹഗായി പ്രവചനം 2-ാം അധ്യായം 19-ാം തിരുവചനം, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ അരുളപ്പാട്. ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 24-ാം അധ്യായം 50-ാം തിരുവചനം, അനന്തരം അവൻ യേശു അവരെ ബേഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ആമേൻ. ഈ 4 വാക്യങ്ങളിലും ഒരുപോലെ പരാമർശിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ്. ഇവിടെ സംസാരിക്കപ്പെടുന്ന വിഷയം അനുഗ്രഹം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം വളരെ മധുരമുള്ള ഒരു വചനമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വചനമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവത്തോട് നിരന്തരം ചോദിക്കുന്ന ഒരു സംഗതിയാണ്. ആര് എവിടെ വെച്ച് എപ്പോൾ പ്രാർത്ഥിച്ചാലും എല്ലാ പ്രാർത്ഥനയുടെയും സാരമൊന്നാണ്, ദൈവമേ അനുഗ്രഹിക്കുമാറാകണമേ. ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല. മറ്റുള്ളവർ കേൾക്കാറുണ്ടോ എന്ന് നാം ആരായാറില്ല. ദൈവം കേൾക്കാറുണ്ടോ എന്ന് നാം ഒരിക്കലും ആലോചിക്കാറുമില്ല. നമുക്ക് പറയാനുള്ളത് പറഞ്ഞു തീർത്തിട്ട് പ്രാർത്ഥിച്ചു എന്ന ആത്മസംതൃപ്തിയോടെ മടങ്ങിപ്പോയി സ്വയം ഉച്ചരിച്ച വചനത്തിന്റെ അർത്ഥമറിയാതെ അന്തി ഉറങ്ങുന്നവരാണ് നമ്മൾ. എന്നാൽ ഓർക്കുക, ആരെവിടെ വെച്ച് എപ്പോൾ പ്രാർത്ഥിച്ചാലും എല്ലാ പ്രാർത്ഥനയുടെയും അന്തസാരം ഒരേ ഒരു വിഷയത്തിനു വേണ്ടിയുള്ള ത്വരയാണ്. അനുഗ്രഹിക്കണമേ ദൈവമേ, അനുഗ്രഹിക്കണമേ ദൈവമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ കന്നുകാലികളെ, എൻ്റെ കൃഷികാര്യത്തെ, എൻ്റെ ബിസിനസ്സിനെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ, അവരുടെ പരീക്ഷയെ, അവരുടെ ഭാവിയെ. പ്രിയപ്പെട്ടവരെ, എല്ലാ ചോദ്യങ്ങളും അനുഗ്രഹത്തിന് വേണ്ടിയാണ്. എല്ലാ അന്വേഷണങ്ങളും അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ആളുകളുടെ ഈ രീതിയൊക്കെ കാണുമ്പോൾ, ആളുകളുടെ ഈ ശൈലി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ തോന്നുകയാണ്: അനുഗ്രഹം ദൈവത്തോട് ചോദിച്ചു വാങ്ങേണ്ട ഒന്നാണെന്ന് ജനം നിനച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഒരു തിരുത്ത് പറയുകയാണ്: അനുഗ്രഹം ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല. ഹല്ലേലൂയ! അനുഗ്രഹം ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അനുഗ്രഹം ചോദിച്ചാൽ കിട്ടുന്ന ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, പിന്നെ എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? അർഹതയുള്ളവർക്ക് ചോദിക്കാതെ ദൈവം നൽകുന്ന ദാനമാണ് അനുഗ്രഹം. ആമേൻ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം ചോദിച്ചാൽ കിട്ടുന്ന ഒന്നല്ല, അനുഗ്രഹം ചോദിച്ചു വാങ്ങേണ്ട ഒന്നുമല്ല. അർഹതപ്പെട്ടവർക്ക് ചോദിക്കാതെ ദൈവം ദാനമായി കൊടുക്കുന്നതാണ് അനുഗ്രഹം. ഹല്ലേലൂയ! അനുഗ്രഹിക്കപ്പെടുവാൻ ഏക യോഗ്യത ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി. എന്താണ് യോഗ്യത എന്ന് ചോദിച്ചാൽ, അനുഗ്രഹിക്കപ്പെടാൻ അർഹനാവുക എന്നുള്ളതാണ്. അനുഗ്രഹം പ്രാപിപ്പാൻ അർഹയാവുക എന്നുള്ളതാണ്. അനുഗ്രഹം പ്രാപിപ്പാൻ അർഹയല്ലാത്ത ഒരാൾ ഏതൊക്കെ വിധത്തിൽ അനുഗ്രഹം അന്വേഷിച്ചാലും അത് കിട്ടുകയില്ല. നമ്മുടെ ആളുകളിൽ പലരുടെയും പ്രകടനം കാണുമ്പോൾ അച്ഛന് തോന്നിപ്പോകുന്നത്, മാറുതല്ലി തകർത്താൽ അനുഗ്രഹം കിട്ടുമെന്ന് ആളുകൾ നനയ്ക്കുന്നു. ഒരുപാട് മണിക്കൂറുകൾ മുട്ടിൽ നിന്ന് കരഞ്ഞാൽ അനുഗ്രഹം കിട്ടുമെന്ന് ജനം ചിന്തിക്കുന്നു. ഒരുപാട് ദിവസങ്ങൾ പട്ടിണി കിടന്ന് ഒരു ദൈവത്തെ സമ്മർദ്ദത്തിലാക്കിയാൽ അനുഗ്രഹം കിട്ടുമെന്ന് ജനം ചിന്തിക്കുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ സമൂഹത്തിന് അതിന് ജാതി മതഭേദമൊന്നുമില്ല. മലയാളി സമൂഹത്തിന് കേരളത്തിലാണ് അവർ പാർക്കുന്നതെങ്കിൽ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ശീലമുണ്ട്. സമ്മർദ്ദതന്ത്രത്തിലൂടെ അല്ലെങ്കിൽ സമരങ്ങളിലൂടെ അവർക്ക് അർഹതപ്പെട്ടത് പിടിച്ചു വാങ്ങുന്ന ഒരു ശീലം.
അവകാശ സമരങ്ങളുടെ ശൃംഖലയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അവകാശ സമരങ്ങളുടെ ശൃംഖല തീർക്കുന്നവർ അവകാശം നേടുന്നുണ്ടോ എന്നുള്ളത് ഇനിയും ചോദിച്ച് ബാക്കി നിർത്തേണ്ട ഒരു ചോദ്യം മാത്രമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിന്റെ പേരിൽ സഞ്ചാര സ്വാതന്ത്ര്യം തടുക്കുകയും അതിന്റെ പേരിൽ പൊതുമുതൽ നശിപ്പിക്കുകയും അതിന്റെ പേരിൽ ഈ സമൂഹത്തിന്റെ ശരിയായ മാനത്തെ നശിപ്പിക്കുകയും ആ വളർന്നു വരുന്ന അനന്തര തലമുറയ്ക്ക് വഴി തെറ്റായി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആധുനിക മനുഷ്യന്റെ മുമ്പിൽ ഓർക്കുക, ഈ സമ്മർദ്ദതന്ത്രങ്ങളിലൂടെ കാര്യം നേടി പഠിച്ച മനുഷ്യൻ, പ്രത്യേക മലയാളി ക്രൈസ്തവ സമൂഹം ദൈവ മുമ്പിൽ ഇന്ന് പയറ്റുന്നത് സമ്മർദ്ദതന്ത്രങ്ങളല്ലേ എന്നൊരു ചോദ്യം. അനുഗ്രഹം പിടിച്ചു വാങ്ങാൻ വേണ്ടി ദൈവത്തെ സമ്മർദ്ദത്തിലാക്കുവാൻ ശ്രമിക്കുന്ന ജനമറിയണം. ദൈവം അങ്ങനെ നമ്മുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തീരുമാനമെടുക്കുന്ന ഒരാളല്ല. അച്ഛൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഒരു കുഞ്ഞതിന്റെ അപ്പനോടൊരു കാര്യം ആവശ്യപ്പെട്ടു. മക്കൾ ഒരുപാട് കാര്യം മാതാപിതാക്കളോട് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോട് മക്കൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അനുവദിച്ചു കൊടുക്കില്ല. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അനുവദിച്ചു കൊടുക്കില്ല. അല്ലാത്ത മാതാപിതാക്കൾ ചോദിക്കുമ്പോഴേ കൊടുക്കും. ചോദിക്കുന്നത് എന്താണെന്ന് എഡിറ്റ് ചെയ്യും മാതാപിതാക്കൾ. ദൈവവും അങ്ങനെയൊക്കെ തന്നെയാണ്. സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ എഡിറ്റിംഗ്. അത്യാവശ്യമുള്ള കാര്യമല്ല ചോദിച്ചതെങ്കിൽ അത് ഇപ്പോൾ തരില്ലെന്നങ്ങ് നിഷേധിക്കും. ഉടനെ കുഞ്ഞ് സമരം പ്രഖ്യാപിക്കും. എനിക്ക് കാര്യം തരുന്നത് വരെ എനിക്ക് കിട്ടുന്നത് വരെ ഞാൻ ഇനി ആഹാരം കഴിക്കില്ല. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അമ്മ പോയിട്ട് പറയും, മനുഷ്യ, ഈ കൊച്ചു പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇനി ആ കാര്യം നടന്നു കിട്ടാതെ ആഹാരം കഴിക്കില്ലെന്ന്. അത് കുഴപ്പമില്ല, വിശക്കുമ്പോ കഴിച്ചോളൂ, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ, അല്ലെങ്കിൽ നിന്റെ ജോലി ചെയ്തോ. പ്രിയപ്പെട്ടവര്, രാവിലെ മകൻ സമരം പ്രഖ്യാപിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അല്ലെങ്കിൽ മകൾ സമരം പ്രഖ്യാപിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പനും അമ്മയ്ക്കും ഒന്നും തോന്നിയില്ല. ഉച്ചയായപ്പോൾ അമ്മ പറഞ്ഞു, മോനെ വിശക്കുന്നില്ലേ, മോളെ വിശക്കുന്നില്ലേ, ആഹാരം കഴിച്ചോ. എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലല്ലോ, എനിക്കത് ചെയ്ത് തന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് ചത്തുവയ്ക്കോട്ടെ, എനിക്ക് ഉച്ചയ്ക്ക് ആഹാരം വേണ്ട. പ്രിയപ്പെട്ടവരെ, അപ്പോഴമ്മയ്ക്കൊരു ചെറിയ സംഭ്രമമായി. എന്തുകൊണ്ടെന്നാൽ അപ്പനോളം പിടിച്ചു നിൽപ്പ് അമ്മയ്ക്കില്ല. അമ്മ പോയി പറഞ്ഞു, ദേവനുഷ്യ, ഉച്ചയ്ക്കും കൊച്ചു ഉണ്ടിട്ടില്ല, അത് കുഴപ്പമൊന്നുമില്ല, 1-2 ദിവസം ഉണ്ടില്ലെന്നോർത്ത് ഒരാൾ മരിച്ചു പോകത്തൊന്നുമില്ല, വിശക്കുമ്പോ തിന്നോളൂ, നീ നിന്റെ ജോലി നോക്കിയാട്ടെ. 4 മണിക്ക് അമ്മ വിളിച്ചു, മോനെ കാപ്പി കുടിക്കാം. അപ്പോഴും കൊച്ചു കുറെ കൂടെ ചൂടായി പറഞ്ഞു, ഞാനങ്ങ് ചത്തോട്ടെ, നിങ്ങൾ എന്റെ കാര്യം നടത്തി തന്നില്ലല്ലോ, ഞാൻ കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അത്താഴം വിളമ്പി വെച്ചിട്ട് അമ്മ വിളിച്ചപ്പോഴും കുഞ്ഞിന്റെ നിലപാട് ഇതാണ്. അപ്പോൾ അമ്മയ്ക്ക് ആശങ്കയായി. ഇന്നത്തെ ദിവസം തന്റെ കുഞ്ഞ് ജലപാനം കഴിച്ചിട്ടില്ല. അപ്പന്റെ അടുത്ത് എന്ന് സങ്കടം പറഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു, കുഴപ്പമില്ല, നീ അത് മേശപ്പുറത്ത് വെച്ചിട്ട് പോയി കിടന്നുറങ്ങിക്കോ, രാത്രി എഴുന്നേറ്റ് പോയി തിന്നുന്നത് ഞാൻ കാണിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാനായില്ലെങ്കിലും വിളമ്പി വെച്ചിട്ട് പറഞ്ഞ് തന്നെയും പിന്നെയും പറഞ്ഞു, ദൈവമേ, ഈ കൊച്ചു ഇങ്ങനെ തുടങ്ങിയാൽ എന്നാ ചെയ്യും? എടി, അതൊന്നും കുഴപ്പമില്ല, അങ്ങനൊന്നും വകവെച്ചു കൊടുത്താൽ ഒക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, അപ്പനും അമ്മയും കാതോർത്ത് കിടന്നു. മകൻ ഒരേ സമരത്തിലാണ്, അത്താഴവും ഉണ്ടില്ല. പിറ്റേന്ന് രാവിലെയായപ്പോ ചോറ് തണുത്തുറഞ്ഞിരിക്കുന്നു. അന്ന് രാവിലെയും അവന് സമരം തുടരുകയാണ്, ഉച്ചയ്ക്കും സമരം തുടരുകയാണ്. അമ്മ പോയി ചോദിച്ചു, നിങ്ങളുടെ ഉദ്ദേശം എന്താ? ആ കൊച്ചു ചോദിച്ച കാര്യം അങ്ങ് ചെയ്തു കൊടുക്കുന്നുണ്ടോ? 14 കൊല്ലം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ കൊച്ച, ഈ കൊച്ചിന് വല്ലതും പറ്റിപ്പോയാൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ല. അമ്മയുടെ ഭീഷണി അപ്പന്റെ മുമ്പിൽ ഈ മകന്റെ ഭീഷണിയേക്കാൾ വലുതായി വരികയാണ്. അപ്പന്റെ മനസ്സും പതുക്കെ ഇളകി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പുറത്ത് ഭയങ്കര ഗൗരവം കാണിക്കുമെങ്കിലും, ഇല്ലാത്ത മീശയൊക്കെ പിരിച്ചു കാണിക്കുമെങ്കിലും, കറകറ ശബ്ദത്തിൽ ഒച്ച വെച്ച് അങ്ങനെ അങ്ങ് ചാകുന്നെങ്കിൽ ചാകട്ടടി എന്നൊക്കെ പറയുമെങ്കിലും, അമ്മയ്ക്കുള്ളതിൽ കൂടുതൽ ആശങ്ക അപ്പന്റെ ഉള്ളിലുണ്ട്. അത് വായിക്കാൻ ഇവിടെ മക്കൾക്കോ അമ്മമാർക്കോ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. പുരുഷന്മാര് മഹാകഠിന ഹൃദയരാണെന്ന മൊത്തത്തിലൊരു ധാരണ. പക്ഷെ സത്യം നേരെ തിരിച്ച ഒരു കുഞ്ഞു സംഗതിക്ക് അവര് വളരെ പെട്ടെന്ന് അസ്വസ്ഥരാകുന്നവരാണ്. ഓർക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ അപ്പൻ ഒന്നും മിണ്ടിയില്ല. ഉച്ചഭക്ഷണവും മകൻ നിഷേധിച്ച് സമരം ശക്തമാക്കിയപ്പോ ഈ സ്ത്രീ ചോദിച്ചു, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എടി, അങ്ങനെ അങ്ങ് വകവെച്ചു കൊടുത്താൽ ഒക്കത്തില്ല, നീ എന്തു പറഞ്ഞാലും ഞാനത് ചെയ്തു കൊടുക്കാൻ തയ്യാറല്ല. ഇയാള് മുണ്ടും ഷർട്ടും മാറി. ഈ എങ്ങോട്ടാ പോകുന്നേ? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാനൊന്ന് പോയേച്ചും വരട്ടെ. ഈ സ്ത്രീ ചോദിച്ചു, ഈ കൊച്ചിനോട് ഒന്നും പറയുന്നില്ല, അവൻ അങ്ങനെ ഇരിക്കട്ടെ, അവന്റെ സമരം എവിടെ ചെല്ലുമെന്ന് ഞാൻ നോക്കട്ടെ. പ്രിയപ്പെട്ടവര്, വൈകുന്നേരമായി, 4 മണിക്ക് മകനൊന്നും കഴിച്ചില്ല. സന്ധ്യയായി. അമ്മ പലവട്ടം വിളിച്ചു, പല രീതിയിൽ സാന്ത്വനപ്പെടുത്താൻ നോക്കി. കൊച്ചു കൂടുതൽ തീഷ്ണതയായി പ്രതികരിക്കുകയാണ്. ഞാനങ്ങ് ചത്തോട്ടെന്നേ, നിങ്ങൾക്ക് എന്നെ വേണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞത് ചെയ്യില്ലേ. രാത്രി 8 മണിക്ക് അപ്പൻ വന്നപ്പോ അമ്മ സങ്കടപ്പെട്ടിരിക്കുക. മനുഷ്യ, 2 ദിവസം പൂർത്തിയായി, കൊച്ചൊന്നും കഴിച്ചിട്ടില്ല. ഇല്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് ഉദ്ദേശമൊന്നുമില്ല, നോക്കട്ടെ.
അത്താഴം വിളമ്പി വിളിച്ചപ്പോഴും മകൻ വരുന്നില്ല. അപ്പം നേരെ ചെന്നു, മോനെ വന്ന് അത്താഴം കഴിച്ച്. അവൻ രൂക്ഷമായി അപ്പനെ ഒന്ന് നോക്കി. നിന്നോടാ പറഞ്ഞ വന്ന് അത്താഴം കഴിക്കാൻ? എനിക്ക് വേണ്ട, ഞാനങ്ങ് ചത്തോട്ടെ. നീ ഇങ്ങ് വന്നേ. എന്താ? ഇങ്ങോട്ട് വാടാ. പതുക്കെ അപ്പം തോളിൽ കൈയിട്ട് കൊണ്ടുപോയി മുറ്റത്തിറക്കി നിർത്തിയിട്ട് കാണിച്ചു. നീ ഇത് കണ്ടോ? അവൻ ചോദിച്ച സാധനെ. പ്രിയപ്പെട്ടവരെ, കൊച്ചിന് സന്തോഷമായി. കൊച്ചാ സാധനം ഓടിച്ചെന്ന് മൊത്തത്തിലൊന്ന് നോക്കി, കെട്ടിപ്പിടിച്ചു, 2 ഉമ്മയൊക്കെ കൊടുത്തു. അപ്പനെ കെട്ടിപ്പിടിച്ച് 2 ഉമ്മ കൊടുത്തു, അമ്മയെ കെട്ടിപ്പിടിച്ച് 2 ഉമ്മ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അവൻ പോയി ഈ 2 ദിവസത്തെ ആഹാരം ഒറ്റ ഇരിപ്പിൽ അങ്ങോട്ട് കഴിച്ചു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ ആരാ ജയിച്ചത്? സമരം ചെയ്ത മകൻ. ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? സമ്മർദ്ദതന്ത്രത്തിലൂടെ, സമരമുറകളിലൂടെ അവനവന്റെ അപ്പനെയും അമ്മയെയും മാനസാന്തരപ്പെടുത്തി. അർഹതയില്ലാത്തൊരു കാര്യം ചെയ്ത് കിട്ടുവാൻ വേണ്ടി അവൻ സമ്മർദ്ദം പ്രയോഗിച്ചപ്പോൾ അപ്പനും അമ്മയും വഴങ്ങി. അച്ഛൻ ഈ രാത്രി ഈ ജനത്തോടൊരു കാര്യം പറയാൻ പോകുകയാ. ഈ ജനത്തിന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടി സ്വയം മാനസാന്തരപ്പെടുകയല്ല, ദൈവത്തെ വല്ല വിധേനയും മാനസാന്തരപ്പെടുത്താനുള്ള ശ്രമമാണ്. പ്രിയപ്പെട്ടവരെ, അത് നടപ്പാകുമെന്ന് നനയ്ക്കരുത്. ഈ ജനം സമ്മർദ്ദമിട്ടാൽ, ഈ ജനം പട്ടിണി കിടന്നാൽ, ഈ ജനം മാറുകല്ലിപ്പൊളിച്ചാൽ, ഈ ജനം ഒരുപാട് നേർച്ച കാഴ്ചകൾ കൊണ്ടുവന്നാൽ, ഈ ജനം സ്വയം പീഡിപ്പിച്ചാൽ, ദൈവം മാനസാന്തരപ്പെട്ടിട്ട് അർഹതയില്ലാത്തവർക്ക് അർഹതയില്ലാത്തത് അനുവദിച്ചു തരുമെന്ന് ആരുടെയെങ്കിലും നെഞ്ചിൽ ഒരു ചിന്ത കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, തിരുത്തിക്കൊള്ളുക എന്ന് ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. നീ ദൈവത്തിന്റെ മുമ്പിലാണ് സമരം ചെയ്യുന്നതെങ്കിൽ, അർഹതയില്ലാത്തവന്റെ ആക്രോശമാണെങ്കിൽ, അല്ലെങ്കിൽ പട്ടിണി സമരമാണെങ്കിൽ, പട്ടിണി കിടന്നങ്ങ് ചത്താൽ ഞാൻ എന്റെ നാട്ടിലേക്ക് ഇങ്ങ് കൊണ്ടുപോരുമെന്നല്ലാതെ അർഹതയില്ലാത്തത് തരുമെന്ന് ദൈവം പറയില്ല. അത് പ്രതീക്ഷിക്കുകയും വേണ്ട. ലോകത്ത് സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റി കാര്യം നേടി പഠിച്ച ഈ സമൂഹം ദൈവത്തിന്റെ മുമ്പിൽ അതേ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ഇപ്പോഴായിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. വാർക്കട്ടെ പ്രിയപ്പെട്ടവരെ, സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ അനുഗ്രഹം സ്വായത്തമാക്കാൻ കഴിയില്ല. അതിനുള്ള ഏക യോഗ്യത അർഹതയാണ്. അർഹത പ്രാപിക്കണം. അർഹതയുള്ളവർക്ക് ദൈവം അനുഗ്രഹം ചോദിക്കാതെ കൊടുക്കും. ഓർത്തെ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27, 28 തിരുവചനങ്ങൾ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ദൈവമായ കർത്താവ് 6 നാൾ കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. 6-ാം നാളിൽ സൃഷ്ടിയുടെ മകുടമായി, അവസാനത്തെ സൃഷ്ടിയായി മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം സൃഷ്ടി പൂർത്തിയാക്കിയ ശേഷം സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിച്ചു. സൃഷ്ടിപ്പ് കഴിഞ്ഞ ഉടനെ ആദമും ഹവ്വയും മുഖത്തോട് മുഖം നോക്കിയിട്ട് മുട്ടയിൽ നിന്ന് ദൈവത്തിന്റെ മുമ്പിൽ തൊഴുകയ്യോടെ കണ്ണുനീരോടെ നിന്നിട്ട് ദൈവമേ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ല. അങ്ങനെ ഒരു സംഭവം നടന്നതായി വേദപുസ്തകത്തിൽ ഇല്ല. ദൈവമക്കളെ അത് ചോദിച്ചപ്പോൾ കൊടുത്ത ഒന്നല്ല. അപ്പോൾ അനുഗ്രഹിക്കപ്പെടാനുള്ള അർഹത ആദാമിനും ഹവ്വയ്ക്കും ഉണ്ടായിരുന്നു എന്ന് അവരെ സൃഷ്ടിച്ച തമ്പുരാൻ അറിയാമായിരുന്നത് കൊണ്ടാണ് ആ നിമിഷങ്ങളിൽ അവരുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞത്. അർഹതയുള്ളവർ ചോദിക്കേണ്ട, അർഹതയുള്ളവർ കരയണ്ട, അർഹതയുള്ളവർ ഒരിക്കലും ഒരു വിധത്തിലും ദൈവത്തെ സമ്മർദ്ദത്തിലാക്കേണ്ട. അർഹതയുള്ളവർ എവിടെ ഇരിക്കുന്നുവോ അവിടെ, അടഞ്ഞ വാതിലിനകത്താണെങ്കിൽ പോലും അനുഗ്രഹം എത്തിച്ചു കൊടുക്കാൻ കരുത്തുള്ള ഒരു കർത്താവിനെ ആരാധിക്കുന്ന ജനമാണ് നമ്മൾ. പക്ഷെ അർഹത പ്രാപിക്കണം. ജനത്തിന് അതിന് മനസ്സില്ല. അർഹത പ്രാപിപ്പാൻ മനസ്സില്ലാത്തവർ ഈ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തെ വശത്താക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ചിലരുടെ ധാരണ ലോകത്തൊരുപാട് കാര്യങ്ങൾ അവർ കുറുക്കുവഴിയിലൂടെ നേടിയവരാണ്, കൈക്കൂലി കൊടുത്ത് കാര്യം നേടിയവരാണ്. ഇങ്ങനെ കുറുക്കുവഴികളിലൂടെ കൈക്കൂലി കൊടുത്ത് കാര്യം നേടിയിട്ടുള്ള ആളുകളുടെ തലച്ചോറിൽ പതിഞ്ഞു പോയൊരു ചിത്രം എന്താണെന്നറിയാമോ? ഇതുപോലെ കൈക്കൂലി കൊടുത്താൽ വഴങ്ങുന്ന ഒരാളാണ് ദൈവമെന്ന്. അവന്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടാൻ തയ്യാറാകാതെ, പാപത്തോട് വിട പറയാൻ തയ്യാറാകാതെ, സ്വയം ജീവിതത്തിലെ തെറ്റ് തിരുത്താൻ തയ്യാറാകാതെ, രഹസ്യ ജീവിതം നന്നാക്കാൻ തയ്യാറാകാതെ, പ്രമാണം അനുസരിച്ച് ജീവിപ്പാൻ തയ്യാറാകാതെ, ദൈവത്തിന് കൈക്കൂലി കൊടുത്ത് തന്റെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് ഈ ആധുനിക സമൂഹത്തിൽ മറ്റു ആളുകൾ. അങ്ങനെയുള്ള ചില ആളുകൾ വിചാരിക്കുന്നത് എന്തൊക്കെ പാപം ചെയ്താലും കുഴപ്പമില്ല, ഏതൊക്കെ നീതികേട് ഇനിയും ചെയ്താലും, ഏതൊക്കെ നീതികേടിൽ ജീവിച്ചാലും കുഴപ്പമില്ല, ദൈവത്തിന് കുറെ നേർച്ച കാഴ്ചകൾ കൊടുത്താൽ മതി, ദൈവം പ്രസാദിക്കുമെന്നാണ്. ദൈവത്തിന് നേർച്ച കാഴ്ചകൾ വേണ്ടെന്നല്ല, ദൈവം നേർച്ച കാഴ്ചകൾ വെറുക്കുന്ന ഒരാളുമല്ല. അർഹതയുള്ളവർ അർപ്പിച്ചാൽ ദൈവം അത് സ്വീകരിച്ച് അപ്പോൾ പ്രസാദിക്കും. അർഹതയില്ലാത്തവർ എന്തൊക്കെ അർപ്പണം ചെയ്താലും ദൈവം തിരിഞ്ഞൊന്ന് നോക്കുമെന്ന് നനയ്ക്കരുത്.
പള്ളി പണിതു കൊടുത്താലും, കുരിശ് പള്ളി പണിതു കൊടുത്താലും, അതിൽ വലുത് ചെയ്തു കൊടുത്താലും അർഹതയില്ലാത്തവരുടെ അർപ്പണം ദൈവം സ്വീകരിക്കില്ല നിശ്ചയം. പ്രിയപ്പെട്ടവരെ, കയ്യനും ഹാബേലും വഴിപാടർപ്പിച്ചപ്പോ ഹാബേലിൻ്റെത് സ്വീകരിക്കപ്പെടുകയും കയ്യൻ്റെത് തിരസ്കരിക്കപ്പെടുകയും ചെയ്യാൻ കാരണമെന്താ? ഹാബേലിൽ ദൈവം നന്മ കണ്ടു, കയ്യനിൽ ദൈവം നന്മ കണ്ടില്ല. അത് കയ്യനോട് ദൈവം നേരിട്ട് പറയുന്നുണ്ട്, ഹേ കയ്യൻ, നീ കോപിക്കുന്നതെന്ത്? നിന്റെ മുഖം വാടുന്നതുമെന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപമിതാ വാതിക്കൽ കിടക്കുന്നു. അതിന്റെ ആസക്തി നിന്നോടാണ്. അത് നിന്നെ കീഴടക്കാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ദൈവമായ കർത്താവ് കയ്യനോട് പറഞ്ഞത് നെഞ്ചിൽ എഴുതി വെച്ച് സൂക്ഷിക്കുക, അത് ഇടയ്ക്കിടെ ധ്യാനിക്കുക. അർഹത പ്രാപിച്ചിട്ട് വഴിപാടർപ്പിച്ചാൽ ഉത്തരം കിട്ടാതിരിക്കില്ല നിശ്ചയം. ദൈവപ്രസാദവും അനുഗ്രഹവും വന്ന് ഭവിക്കാതിരിക്കില്ല നിശ്ചയം. അർഹതയില്ലാത്തവർ എന്തൊക്കെ അർപ്പണം ചെയ്താലും അത് പാഴായിപ്പോയി. അതുകൊണ്ട് നേട്ടമൊന്നും ഉണ്ടായെന്ന് നിനക്കരുത്, ഉണ്ടാകുമെന്ന് നിനക്കരുത്. ദൈവത്തെ കൈക്കൂലി കൊടുത്ത് കീശയിലാക്കാമെന്ന് ആർക്കെങ്കിലും ഭാവമുണ്ടെങ്കിൽ അത് വെറും ആലോചനയാണ്. അതിനൊരു മറുപടിയും കിട്ടില്ല. ഈ രാത്രി ദൈവജനമേ, തിരുത്തപ്പെട്ടുകൊള്ളുവാൻ മനസ്സുണ്ടായാൽ നല്ലതാണ്. ഹല്ലേലൂയ. തുടക്കത്തിൽ ഞാൻ ഹല്ലേലൂയ പറഞ്ഞപ്പോൾ ഏന്തി വലിഞ്ഞ് നിങ്ങൾ അല്ലേലും വയ്യാന്ന് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഇപ്പോഴതും ഇല്ലാതെ എന്താണൊന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചാൽ, ദൈവമേ, ഇക്കണ്ട കാലം അത്രയും ഞങ്ങൾ കഴിച്ച വഴിപാട് വെള്ളത്തിൽ പോയല്ലോ എന്ന നിരാശയാണോ? അല്ലെങ്കിൽ ആഗ്രഹിച്ചതല്ലോ കേൾക്കുന്നത് എന്ന ആശങ്കയാണോ? നിങ്ങളിങ്ങനെ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. അച്ഛനിവിടെ നിന്നത് അച്ഛനെ നിർത്തിയവന് വേണ്ടി സംസാരിക്കാനാണ്. ഹല്ലേലൂയ, ആമേൻ. ഇപ്പൊ പറഞ്ഞ ഹല്ലേലൂയ എനിക്ക് വേണ്ടി പറഞ്ഞതാണോ, നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണോ, ദൈവത്തിന് വേണ്ടി പറഞ്ഞതാണോ? നെഞ്ചിൽ നിന്ന് ഉയർന്നതാണെങ്കിൽ അത് അവസാനം വരെ നിൽക്കും. ഈ ആളുകൾ ഇങ്ങനെ നിശബ്ദരായി ഇരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ആശങ്കയാണ്. ദൈവമേ, ഈ ജനത്തിന് ഇപ്പോഴും ജീവനുണ്ടോ എന്ന ചിന്ത. ഈ അടുത്ത നാളിൽ ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ പ്രസാദമില്ലാതെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ ടെൻഷനാണ്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആളുകൾ ചിലപ്പോൾ വീടിൻ്റെ മുറ്റത്ത് പന്തലൊക്കെ ഇട്ട് ഒരു ഫ്രീസറും വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ താടിക്ക് കൈ കൊടുത്ത് വല്ലാത്തൊരു ഇരിപ്പുണ്ടല്ലോ. ദൈവമേ, എന്നാലും ഈ മനുഷ്യൻ ഈ പ്രായത്തിൽ ഈ ഗതി വന്നല്ലോ. ഈ നോട്ടമാണ് നിങ്ങൾ പലരും എന്നെ നോക്കണത്. അപ്പോൾ ഞാനിപ്പോൾ ഫ്രീസറിനകത്താണോ എന്ന് എനിക്കൊരു തോന്നൽ. അത്ര നിരാശപ്പെട്ട് എന്നെ നോക്കരുത്, പ്രത്യാശയോടെ ഇരിക്കണം. ഹല്ലേലൂയ. ഇപ്പോഴെനിക്ക് വലിയ പ്രയാസം തോന്നണില്ല. ആദ്യം ധൂപക്കുറ്റി ഘടിപ്പിച്ചെങ്കിലോ എന്നെനിക്ക് തോന്നിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, അനുഗ്രഹം ഇത്രയും പറഞ്ഞു വയ്ക്കുമ്പോൾ ഇനിയും വേറൊരു ചിന്തയുണ്ട്. അനുഗ്രഹം എന്താണെന്ന് അറിയാതെയാണ് ജനം അനുഗ്രഹത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നത് എന്നൊരു കുഴപ്പമുണ്ട്. എന്താണ് അനുഗ്രഹം എന്നാണ് ഈ ജനം നനച്ചു വച്ചിരിക്കുന്നത്? മൃഷ്ടാന്ന ഭോജനം 3 നേരവും മുക്കുമുട്ട കഴിക്കാൻ ഇടവരിക, നല്ല മനോഹരമായ വീട്, അത് കൊട്ടാര സദൃശ്യമായ വീട്, അത് 2-3 നിലകളിൽ ഗ്രാനൈറ്റിൽ പണി തീർത്ത് മിന്നി മിനുങ്ങി നിൽക്കുക. പ്രിയപ്പെട്ടവരെ, മനോഹരമായ ജോലി, 5 അക്ക ശമ്പളമുള്ള ജോലി, വിദേശത്ത് മനോഹരമായ ജോലി, അതിനുടമയായി തീരുക. അതിമനോഹരമായ സ്റ്റാറ്റസ് കിട്ടുക, സമൂഹത്തിൽ ആര് കണ്ടാലും മാനിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരുക, എവിടെ ചെന്നാലും 1ാമത്തെ കസേര സ്വായത്തമാക്കുന്ന നിലയിലേക്ക് എത്തിച്ചേരുക, നിരന്തരമായും അടിക്കടിയും വിദേശയാത്രയ്ക്ക് അവസരം കിട്ടുക, ഈ വില കൂടിയ കാറിൽ സഞ്ചരിക്കുകയും അത് ഒരു ആർഭാടമായി നാട്ടുകാരുടെ മുമ്പിൽ അല്പമൊരു ഇളക്കത്തോടെ അവതരിപ്പിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, മക്കൾ നല്ല നിലയിലാവുക, അവർ വിദേശത്തെത്തിപ്പെടുക, അവരുടെ സ്റ്റാറ്റസ് വളരെ വലുതായി തീരുക, അല്ലെങ്കിൽ വലിയ ഉന്നതമായ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായി തീരുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ ജനത്തിന് അനുഗ്രഹത്തെ കുറിച്ചുള്ള ചിന്ത. അതെന്താണെന്നല്ലേ? മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തക്കവണ്ണം ലൗകികമായി ഞാൻ വളരുക. ഹല്ലേലൂയ. അതാണ് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുക. കാണുന്നവർക്കൊക്കെ അസൂയ തോന്നത്തക്കവണ്ണം ഞാൻ സമ്പന്നനാവുക, ഞാൻ കുലീനനാവുക, ഞാൻ ശ്രേഷ്ഠനാവുക, ഞാൻ മഹത്വവാനാവുക, ഞാൻ ബഹുമാന്യനാവുക. ഇതാണ് അനുഗ്രഹമെന്ന് ജനത്തിന്റെ തലയിൽ കയറിക്കൂടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആളുകളെല്ലാം ഭൗതിക നേട്ടങ്ങൾക്ക് പിന്നാലെ, ലൗകിക ലാഭങ്ങൾക്ക് പിന്നാലെ, ഭൂമിയിലെ സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെ, ഈ നശ്വരമായ ഭൗമലോകത്തെ കസേരകൾക്ക് പിന്നാലെ രാവും പകലും അധ്വാനിച്ച് ഓടുകയാണ്. അത് എത്തിപ്പിടിക്കാൻ വേണ്ടി അവർ നേർച്ച കാഴ്ചകൾ കഴിക്കുകയാണ്. അത് കയ്യിൽ വന്ന് നിറയുവാൻ വേണ്ടി, അത് മണിശീലയിൽ നിറയുവാൻ വേണ്ടി, അത് ചുറ്റുപാടും നിറയുവാൻ വേണ്ടി അവർ ദൈവത്തിന്റെ പിന്നാലെ പരക്കം പായുകയാണ്. ഒരിടത്തും അവരുടെ പ്രാർത്ഥന നിലയ്ക്കുന്നില്ല. ഒരിടത്ത് നിന്ന് കിട്ടുന്നതിൽ
ഏറെ അനുഗ്രഹം മറ്റൊരിടത്തുനിന്ന് കിട്ടുമെന്ന് വല്ല വിളംബരവും കേട്ടാൽ ആദ്യം പോയിടത്തു നിന്നിറങ്ങി രണ്ടാമത്തെ ഇടത്തേക്ക് ചേക്കേറുകയായി. പ്രിയപ്പെട്ടവരെ, ആളുകൾ ഇങ്ങനെ സഞ്ചരിച്ച് ഒരിടത്തും ഉറച്ചു നിൽക്കാതെ നിത്യസഞ്ചാരികളായി മാറിയിരിക്കുകയാണ്. വിഭ്രാന്തി പിടിപെട്ടവരെ പോലെ അനുഗ്രഹം തേടി അലഞ്ഞു തിരിയുന്ന ആധുനിക മനുഷ്യരെ, ഈ ലോകത്തിന്റെ നേട്ടങ്ങളാണോ, ലൗകിക ലാഭങ്ങളാണോ, ലോകം തരുന്ന സ്ഥാനമാനങ്ങളാണോ, മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തക്കവണ്ണം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചകളും വളർച്ചകളും ഈ ഭൗതിക നേട്ടങ്ങളുമാണോ അനുഗ്രഹമാണെന്ന് നനച്ചെങ്കിൽ അല്ല. ഇതൊക്കെ അനുഗ്രഹങ്ങളാണ്, ഇതൊന്നുമല്ല ശരിയായ അനുഗ്രഹം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എങ്കിൽ എന്താണ് ശരിയായ അനുഗ്രഹം? ശരിയായ അനുഗ്രഹം ഭൗതിക നേട്ടങ്ങൾ അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. സകല അനുഗ്രഹത്തിന്റെയും ഉറവിടമായ സത്യദൈവം, എന്റെ ദൈവം, എന്റെ അമ്മയുടെ ഗർഭത്തിൽ എന്നെ മെനഞ്ഞെടുത്ത ദൈവം, ഊനമില്ലാതെ ഗർഭത്തിൽ സൂക്ഷിച്ചു പരിപാലിച്ച ദൈവം, ഈ ഭൂമിയിൽ എന്നെ പിറന്നു വീഴുമാറാക്കിയ ദൈവം, കാഴ്ചയുള്ള കണ്ണും കേൾവിയുള്ള കാതും സംസാരശേഷിയുള്ള നാവും ചിന്തിക്കുന്ന ബുദ്ധിയും ചലിക്കുന്ന കൈകാലുകളും ഈ ജീവിതവും എനിക്ക് ദാനം തന്ന എന്റെ ദൈവം, എനിക്ക് വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന് 33.5 തിരുവയസ്സ് ഈ ഭൂമിയിൽ നരനായി ജീവിച്ച എന്റെ ദൈവം, എനിക്ക് വേണ്ടി ഞാൻ ഏൽക്കേണ്ടിയിരുന്ന പാപശിക്ഷ സ്വന്തം ചുമലിൽ ഏറ്റുവാങ്ങി കുരിശെടുത്ത് കാൽവരിയേറിയ എന്റെ രക്ഷിതാവായ ദൈവം, അവസാനത്തുള്ളി ചോരയും എനിക്ക് വേണ്ടി ഊറ്റി എന്റെ പാപത്തിന് പരിഹാരയാഗമായി തീർന്ന എന്റെ ദൈവം, ചങ്ക് തുറന്ന് അവസാനത്തുള്ളി ചോരയും ഊറ്റിയ എന്റെ ദൈവം, കല്ലറയിൽ അടക്കം ചെയ്തിട്ട് കല്ലറയെ തകർത്ത് പാതാളത്തിന്റെ ഇരുമ്പോടാമ്പലുകളെ ഇടിച്ചു തകർത്ത് മരണത്തിന്റെ മേൽ ജയഘോഷം കൊണ്ടാടി പിശാചിന്റെ തല തകർത്ത് പാതാളം വിട്ട് ഉദ്ധിതനായ എന്റെ ദൈവം, വീടിറക്കിയിട്ട് വീണ്ടും വന്ന് നിന്നെ കൊണ്ടുപോയി നിത്യമണവറയിൽ എന്നോടുകൂടെ എന്റെ മാറോട് ചാരി എന്റെ സ്വർഗസിംഹാസനത്തിൽ ഇരുത്തുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ട് മണവറ ഒരുക്കുവാൻ പോയ എന്റെ മണവാളനായ ദൈവം, ഹല്ലേലൂയ, അവൻ എന്റെ സ്വന്തമായി തീരുന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഹല്ലേലൂയ. എന്റെ മാത്രമല്ല, ഈ ലോകത്തെ ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടില്ലെങ്കിൽ അവരാരും അനുഗ്രഹിക്കപ്പെട്ടവരല്ല. സ്വർഗത്തിലെ ദൈവം, രക്ഷിക്കുന്ന ദൈവം, വീണ്ടെടുക്കുന്ന ദൈവം, വീടൊരുക്കുന്ന ദൈവം, വീണ്ടും വരുന്ന ദൈവം നിന്റെ സ്വന്തമായി തീർന്നിട്ടില്ലെങ്കിൽ, ലോകത്ത് നീ എന്തൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും ആരൊക്കെ ആയിട്ടുണ്ടെങ്കിലും നീ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നിனைക്കരുത്. നീ നേടിയത് അനുഗ്രഹമല്ല, അത് നഷ്ടപ്പെടും. അത്യുന്നതനായ ദൈവത്തെ സ്വന്തമാക്കുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കർത്താവ് ഈ രാത്രി നിന്റെ സ്വന്തമായി തീർന്നിട്ടുണ്ടോ? ദൈവമക്കളെ, 92 വർഷത്തെ പാരമ്പര്യമുണ്ട് മണ്ണൂർ കൺവെൻഷന്. ഈ 92 വർഷവും വചനം കേട്ടവരാരും ഇവിടെ കാണില്ലായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, 10-70 വർഷം ഇത് കേട്ടവരിവിടെ കാണും. ഈ കാലപത്രയും ഈ ദൈവതിരുവചനം ഈ പന്തലിലും ഈ പരിസരത്തും അലയടിച്ച് ഒഴുകിയിട്ട് നിന്റെ ഹൃദയം കർത്താവിന് കൊടുത്തിട്ടുണ്ടോ? അവന് ഉള്ളിൽ ഇടം കൊടുത്തിട്ടുണ്ടോ? അവനെ ഉള്ളിൽ സ്വീകരിച്ചിട്ടുണ്ടോ? അവനെ രക്ഷിതാവെന്ന് അംഗീകരിച്ചിട്ടുണ്ടോ? അവന് വേണ്ടി വിശുദ്ധ ജീവിതത്തിന് അർപ്പണം ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അനുഗ്രഹം എന്നുള്ളത് നീ നനച്ചതല്ലാത്തത് കൊണ്ട് സ്വന്തമാക്കിയതൊന്നും അനുഗ്രഹമല്ല. പ്രിയപ്പെട്ടവര്, ദൈവത്തെ സ്വന്തമാക്കുന്നവർ അനുഗ്രഹീതർ. ഹല്ലേലൂയ. സകല അനുഗ്രഹത്തിന്റെയും ഉറവിടമായ ദൈവം എന്റെ സ്വന്തമാകുന്നതാണ് എന്റെ അനുഗ്രഹം. ഞാൻ അവന്റെ സ്വന്തമാകുന്നതാണ് അനുഗ്രഹത്തിന്റെ പൂർണ്ണത. ആമേൻ. ഞാൻ അവന്റെ സ്വന്തമാകുന്നതാണ് അനുഗ്രഹത്തിന്റെ പൂർണ്ണത. ആയിട്ടുണ്ടോ? ഓർക്കട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സ്വന്തമായാൽ എനിക്ക് എന്തൊക്കെ സ്വായത്തമാക്കാൻ കഴിയും? എനിക്ക് രക്ഷയുടെ സന്തോഷം ദാനമായി കിട്ടും. ഈ ലോകത്തൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം രക്ഷയുടെ സന്തോഷമാണ്. കള്ളു കുടിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമല്ല, പ്രിയപ്പെട്ടവരെ, ജഡീക സുഖങ്ങളിൽ കിട്ടുന്ന ആനന്ദമല്ല, ലൈംഗിക വീഴ്ചകളിൽ കിട്ടുന്ന ആനന്ദമല്ല, അതുമല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമല്ല. ഇതിൽ നിന്നൊക്കെ ഒരു മനുഷ്യൻ ആർജിക്കുന്ന ആനന്ദമാണ് ഒരു മനുഷ്യന്റെ ആനന്ദമെന്ന് നനച്ചെങ്കിൽ അവൻ അന്ധനും ബധിരനും മൂഢനുമല്ലോ. സ്വർഗത്തിലെ ദൈവം എന്റെ സ്വന്തമായി തീരുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത് രക്ഷയുടെ സന്തോഷമാണ്. ആർക്കും വർണ്ണിക്കാനാകാത്ത സന്തോഷം. മരണഭയമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയമെങ്കിൽ ഇനി നീ മരിക്കയില്ല, ഞാൻ നിന്റെ മേൽ വരുമെന്ന് വച്ചിരുന്ന മരണത്തെ ജയിച്ചിരിക്കുന്നു, ഇനി മരണമില്ല, ഞാൻ ജയാളിയായ ദൈവമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവൻ നമുക്ക് ദാനം തന്നിരിക്കുന്നു രക്ഷയുടെ സന്തോഷം.
ഓർക്കുക, യേശു ഒരാളുടെ സ്വന്തമായാൽ അവന് സന്തോഷം മാത്രമല്ല ദൈവീക സമാധാനം കൂടെ കിട്ടും. ദൈവം തരുന്ന സമാധാനത്തിന്റെ പ്രത്യേകത യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ യേശു കർത്താവിന്റെ തിരുനാവിലൂടെ പറയപ്പെട്ടിട്ടുള്ളത് മറക്കണ്ട. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. അപ്പോൾ ലോകം തരുന്ന സമാധാനത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നാണല്ലോ അതിന്റെ അർത്ഥം. കുഴപ്പമില്ലാത്ത സമാധാനം, ശാശ്വതമായ സമാധാനം, അത് യേശുക്രിസ്തു തരുന്നതാണ്. ഇനി ഞാൻ മരിക്കയില്ല, മരണത്തെ ജയിച്ചവൻ എന്റെ മണവാളനാകയാൽ ഞാനും മരണത്തെ ജയിച്ചിരിക്കുന്നു. മരണത്തിന് എന്റെ മേൽ അധികാരമില്ല. ഇനി ഞാൻ നിത്യജീവൻ പ്രാപിച്ചിരിക്കുന്നു. ഇനി മരണമില്ലെന്ന് ഞാൻ അറിയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആനന്ദത്തെക്കാൾ വലിയൊരു ആനന്ദവും അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന സമാധാനത്തെക്കാൾ വലിയൊരു സമാധാനവും ഇല്ലാത്തതിനാൽ അവൻ എന്റെ സമാധാനം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഒരാളുടെ സ്വന്തമായാൽ രക്ഷയുടെ സന്തോഷവും ദൈവിക സമാധാനവും മാത്രമല്ല, നിത്യജീവനും സ്വായത്തമാവുകയാണ്. ഓർക്കണം, ഇനി മരണമില്ല. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കയില്ല. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 25-26 തിരുവചനങ്ങളിൽ ലാസറിന്റെ കല്ലറക്കരികിൽ വെച്ച് അത്യുന്നതനായ ദൈവത്തിന്റെ അരുളപ്പാടാണ് ഈ കേട്ടത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കയില്ല എന്ന് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 13-ാം അധ്യായം 16-ാം തിരുവചനം വേദപുസ്തകത്തിന്റെ താക്കോൽ വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകില്ല, പിന്നെയോ നിത്യജീവൻ പ്രാപിക്കുമെന്ന് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 47-ാം തിരുവചനം. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്വന്തമാക്കിയവർക്ക് നിത്യജീവൻ കിട്ടുന്നു. ഹല്ലേലൂയ. ഇനിയും അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് ആത്മാഭിഷേകം കിട്ടുക. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും കൃത്യസമയങ്ങളിൽ തന്റെ ജനത്തിന് ബോധ്യം വരുത്തിക്കൊടുത്ത് പാപത്തിൽ നിന്ന് വേർപെട്ട് നീതിബോധത്തോടെ നിത്യജീവനിൽ പ്രവേശിപ്പാൻ ന്യായവിധിയെ മറികടന്ന് മുന്നേറുവാനുള്ള ശക്തി പകർന്നുകൊണ്ട് സ്വർഗത്തിലെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതലിനെ കൂടെയിരുന്ന് നയിക്കുമ്പോൾ പരാജയപ്പെടില്ലല്ലോ. ഈ ആത്മാഭിഷേകം ലഭിക്കുന്നത് കർത്താവിനെ സ്വന്തമാക്കിയവർക്കാണ്. ഹല്ലേലൂയ. ഇതെല്ലാം സ്വന്തമായ ഒരാൾക്ക് ഉള്ളതിനേക്കാൾ അനുഗ്രഹം വേറെ ആർക്കാ ഉള്ളത്? ഇതെല്ലാം സ്വന്തമായ ഒരാൾ അനുഭവിക്കുന്നതിൽ വലിയൊരു അനുഗ്രഹം ലോകത്താരാണ് അനുഭവിച്ചിട്ടുള്ളത്? ഇത് പ്രാപിക്കാത്തവർ ലോകപ്രകാരം എന്തൊക്കെ പ്രാപിച്ചിട്ടും എന്ത് കാര്യം? അത് യഥാർത്ഥ അനുഗ്രഹമാകുമോ? ആമേൻ. തിരുത്തലുകൾ എത്ര! ലോകം വെട്ടിപ്പിടിക്കുന്നതാണ് അനുഗ്രഹമെന്ന് നനച്ചുപോയ ആധുനിക മനുഷ്യരോട് ദൈവാത്മാവ് പറയുന്നു, നിർത്ത്, നിർത്ത്. ലോകം വെട്ടിപ്പിടിക്കുന്നതല്ല അനുഗ്രഹം. ജീവിതത്തിൽ നിന്റെ ദൈവത്തെ നീ സ്വന്തമാക്കി തീർക്കണം. ഹല്ലേലൂയ. നിങ്ങൾ വീണ്ടും എന്നെ വല്ലാത്ത ഭാവത്തോട് നോക്കുന്നുണ്ട്. എനിക്ക് പ്രയാസമുണ്ട്. ഇങ്ങനെ നോക്കരുത്. നാളെ വെളുപ്പിനെ 4 മണിക്ക് പുറപ്പെടേണ്ടതാണ്. എനിക്ക് കൊല്ലം ജില്ലയിൽ ഒരു മീറ്റിങ്ങിൽ രാവിലെ 10:30 പ്രസംഗിക്കണം. ഇങ്ങനെ നോക്കി കൊല്ലരുത്. കുറച്ചുകൂടിയൊക്കെ എന്താ പറയുക, മയത്തോടെ നിങ്ങൾ എന്നെ നോക്കണം. ആമേൻ. അനുഗ്രഹം, അതേക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ നമ്മുടെ ആളുകളുടെ തലയ്ക്കകത്തുണ്ട്. തിരുത്തുക. ലോകത്തെ എന്ത് നേടുന്നതും അല്ല ശരിയായ അനുഗ്രഹം. നിന്റെ എൻ്റെ സ്വന്തം രക്ഷിതാവായ കർത്താവിനെ, ഹല്ലേലൂയ, എൻ്റെ സ്വന്തമാക്കുക, രക്ഷയുടെ സന്തോഷം അനുഭവിക്കുക, ദൈവിക സമാധാനം അനുഭവിക്കുക, നിത്യജീവൻ്റെ അവകാശിയായി മാറുക, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക. അതാണ് അനുഗ്രഹം. ഹല്ലേലൂയ. ദൈവമക്കളെ, അനുഗ്രഹം പല മേഖലകളിൽ നിന്ന് ഒരു മനുഷ്യന് ലഭിക്കും. അനുഗ്രഹം പല മേഖലകളിലൂടെ ഒരു മനുഷ്യന് ലഭിക്കും. ഓർക്കട്ടെ, ഏതെല്ലാം മേഖലകളിലൂടെ അനുഗ്രഹം വന്നെത്തും? ഒന്ന്, മാതാപിതാക്കളിലൂടെ അനുഗ്രഹം തലമുറകളിലേക്ക് പകരപ്പെടുകയാണ്. മാതാപിതാക്കളിൽ നിന്ന് മക്കൾ പ്രാപിക്കേണ്ടത് എന്താണ്? മാതാപിതാക്കളിൽ നിന്ന് മക്കൾ പ്രാപിക്കേണ്ടത് അവരുടെ സ്വത്താണ്. ഇന്ന് എല്ലാ മക്കളുടെയും ഉള്ളിലിരിപ്പതാണ്. അപ്പനെ കൊന്നാലും വേണ്ടില്ല, നിശബ്ദനാക്കിയാലും വേണ്ടില്ല.
അപ്പന്റെ ആയുസ് കഴിഞ്ഞിട്ടേ സമ്പത്ത് എനിക്ക് കിട്ടുകയുള്ളൂവെങ്കിൽ അപ്പന്റെ ആയുസ് പാതി വഴിയിൽ അടിവരയിട്ട് അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് ആധുനിക മനുഷ്യൻ നിனைച്ചു പോകുന്നു. സ്വന്തം മാതാപിതാക്കളെ ഇല്ലായ്മ ചെയ്തിട്ട് അവരുടെ സ്വത്ത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ ഈ കാലഘട്ടത്തിൽ കുറവല്ല. ഓർക്കട്ടെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളിൽ നിന്ന് മക്കൾ വാങ്ങേണ്ടത് മാതാപിതാക്കളുടെ സ്വത്തല്ല, അവരുടെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. മാതാപിതാക്കളുടെ അനുഗ്രഹം സ്വായത്തമാക്കണം. പക്ഷെ ഇന്ന് മാതാപിതാക്കൾ മക്കളിൽ നിന്ന് പിടിച്ചു പറിക്കുകയാണ്. മാതാപിതാക്കൾ മക്കളെ ഭീഷണിപ്പെടുത്തുകയാണ്. മാതാപിതാക്കൾ മാതാപിതാക്കളുമായി വാക്കേറ്റം നടത്തുകയാണ്. ഇങ്ങനെ പിടിച്ചെടുക്കേണ്ടതല്ല അനുഗ്രഹം. ഹല്ലേലൂയ. അനുഗ്രഹം പ്രിയപ്പെട്ടവരെ, അത് മാതാപിതാക്കളുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതാണ്. ഇന്ന് കേരളത്തിൽ ഒരു പ്രതിഭാസമായി പടർന്നു പിടിക്കുകയാണ് വൃദ്ധസദനങ്ങൾ. പൂർവ്വകാലത്ത് അത് കേട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതൊരു കൃഷിയായി മാറുകയാണ്, അല്ല ഒരു വ്യവസായമായി തന്നെ മാറുകയാണ്. ഇന്ന് സ്റ്റാറ്റസോടെ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കുന്ന യൂറോപ്യൻ സിസ്റ്റത്തിലേക്ക് നമ്മുടെ കൊച്ചു കേരളവും പറിച്ചു നടപ്പെടുന്നു എന്നത് കൺമുമ്പിൽ കാണുകയാണ്. പുതിയ പുതിയ ഓമന പേരുകളിലും കൂടുതൽ സ്റ്റാറ്റസ് ഉള്ള പേരുകളിലുമാണ് പ്രിയപ്പെട്ടവരെ പുതിയ വൃദ്ധസദനങ്ങൾ അറിയപ്പെടുന്നത്. പക്ഷെ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ടവരായി ആ സ്ഥാപനങ്ങളിൽ അടിഞ്ഞുകൂടുന്ന മാതാപിതാക്കളുടെ നെഞ്ചകം നീറുന്നുണ്ടെന്ന് മക്കൾ അറിയുന്നില്ല. അത് വലിയ വേദനയായി മാറുകയാണ്. ഒരു വീട്ടിലൊരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. മൂത്ത മകൻ 7ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി അപ്പന്റെ കൂടെ വീട്ടിൽ ഒരുപാട് അധ്വാനിച്ചു. ഇളയ മകനെ മൂത്ത മകന്റെ അധ്വാനം കൂടെ ചേർത്ത് വെച്ച് അപ്പൻ പഠിപ്പിച്ചു. ഇളയ മകൻ പഠിച്ചു, അവന് വലിയ ഉദ്യോഗം കിട്ടി, 5 അക്ക ശമ്പളമുണ്ട്. അവന് ഉദ്യോഗമുള്ള ഭാര്യയെ കിട്ടി, അവൾക്കും 5 അക്ക ശമ്പളമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവസാനം സ്വത്ത് പങ്കിടേണ്ട സാഹചര്യം വന്നു. അങ്ങനൊരു സാഹചര്യം വന്നപ്പോ പ്രിയപ്പെട്ടവരെ, അപ്പൻ ഇരുന്ന് ആലോചനയൊക്കെ കഴിച്ചിട്ട് പറഞ്ഞു, എന്റെ ഇളയ മകന് നല്ല പഠിത്തമുണ്ട്, 2 പേർക്കും ശമ്പളമുണ്ട്, അവർക്ക് വലിയ വരുമാനമുണ്ട്, എങ്കിലും ഞാൻ എന്റെ സ്വത്ത് കൃത്യമായി വീതിക്കുകയാണ്. മൂത്ത മകന് ഇളയവന് വേണ്ടി ജീവിതം ഹോമിച്ചവനാണ്, 7ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയവനാണ്. അനുജനേക്കാൾ ബുദ്ധി ചേട്ടനുണ്ടായിരുന്നു, പഠിപ്പിച്ചെങ്കിൽ അനുജനേക്കാൾ മുകളിൽ അവൻ എത്തുമായിരുന്നു. പക്ഷേ അവൻ ഈ കുടുംബത്തിന് വേണ്ടി ജീവിതം കളഞ്ഞവനാണ്. ഞാൻ അവനോട് പ്രത്യേകിച്ച് ആനുകൂല്യമൊന്നും കാണിക്കുന്നില്ല, സ്വത്ത് പകുതി പങ്കിടുകയാണ്. ഒരു പങ്ക് ചേട്ടനും ഒരു പങ്ക് അനുജനും. ഇത്രയും അപ്പൻ പറഞ്ഞു വെച്ചപ്പോ ചേട്ടൻ എഴുന്നേറ്റ് പറഞ്ഞു, അപ്പൻ എന്താണോ പറയുന്നത് അതാണ് എനിക്ക് പ്രമാണം. ഇന്ന് വരെ അതാണ് പ്രമാണം, ഇനിയും അതാണ് പ്രമാണം. അപ്പന് എനിക്കൊരു പരാതിയുമില്ല, അപ്പൻ തരുന്നത് എനിക്ക് സന്തോഷമാണ്. ഇത്രയും ആയപ്പോ അനുജന്റെ ഭാര്യ അപ്പുറത്ത് നിന്ന് എന്നൊരു വെപ്പ് അവളിവിടെ വന്നിട്ടുണ്ട്. അനുജൻ അങ്ങോട്ട് ചെന്നു. അതേപോലെ 2 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അപ്പനോട് പറഞ്ഞു, അപ്പാ എനിക്ക് ഉടമ്പടി സമ്മതമല്ല. എന്തുവാടാ സമ്മതമല്ല? എന്താ? അപ്പൻ ചേട്ടന് കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. എന്നാ ഒരു കാര്യം ചെയ്യ, ചേട്ടന് കൊടുക്കാമെന്ന് വെച്ച സ്ഥലം നീ എടുത്തോ, നിനക്കത് തരാമെന്ന് പറഞ്ഞ സ്ഥലം ചേട്ടന് കൊടുത്തേരെ. അപ്പൊ പ്രശ്നം തീർന്നല്ലോ എന്നൊരൊച്ച. അവളാ ഇവിടെ വന്നിരിപ്പുണ്ട്. അവള് ഭയങ്കര മിടുക്കിയ, എല്ലാ യോഗത്തിനും പോവും, ഒരു കാലത്തും നന്നാവില്ല. അവളുടെ ആലോചന കഴിഞ്ഞവൻ തിരിച്ചു വന്നു. പ്രിയപ്പെട്ടവരെ, എന്താടാ? അപ്പൊ പറഞ്ഞു, അപ്പ എനിക്ക് അത് സമ്മതമല്ല, അത് സമ്മതമല്ല, ഇത് സമ്മതമല്ല, പിന്നെ എന്താണ് എന്റെ ആലോചന? അപ്പ ആദ്യം എനിക്ക് തരാമെന്ന് പറഞ്ഞത് മൊത്തം ഇങ്ങോട്ട് തരണം. തന്നു. അതുപോരാ, എനിക്ക് അപ്പുറത്തെ പറമ്പും വേണം. അപ്പൊ പിന്നെ ചേട്ടൻ എന്നെ ചെയ്യും? അതൊന്നും എനിക്കറിയണ്ട. പ്രിയപ്പെട്ടവരെ, ഇന്നലെ കൂടി ഈ മണ്ണൂർ ഇടവകപ്പെട്ട ഒരു വീട്ടിലുണ്ടായ സംഭവമായി ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുക ഈ അച്ഛൻ ഗോതോങ്കലത്ത് കിടക്കുമ്പോൾ ഇതെങ്ങനെ അറിയാനാന്ന്? ഇതൊക്കെ അവിടെ അറിയും മക്കളെ. സ്വർഗത്തിലൊരു ദൈവമുണ്ട്. ആമേൻ. ഇത് അവസാനം വലിയ ബഹളമായി മാറി. അനുജൻ ചാടി, അവൻ ഭയങ്കര ബഹളം വെച്ചു. അവൻ പറഞ്ഞു, എന്നാ നിങ്ങൾ അപ്പനും മൂത്തമോനും കൂടെ മൊത്തം അങ്ങോട്ട് തിന്നോ, തിന്നാമെന്ന് വിചാരിക്കണ്ട, ഞങ്ങൾ പെരുവഴിയിൽ ഇറങ്ങിപ്പോകാം, നിങ്ങൾക്ക് ഇതൊന്നും ഗുണമായിട്ട് വരത്തില്ല, ഞാൻ അർഹിക്കുന്നത് എനിക്ക് ഇങ്ങോട്ട് തരണം, ഈ പറഞ്ഞ സ്വത്തിൽ പാതിയും ആ പറമ്പ് എനിക്ക് തരണം. അപ്പൊ അപ്പൻ ചോദിച്ചു, മോനെ ഇത്രയും പറഞ്ഞാൽ പിന്നെ നിന്റെ ചേട്ടൻ എന്നാ ഉള്ളത്? തരിശായിട്ട് ഒരു 1/2 ഏക്കർ സ്ഥലമല്ലേ ബാക്കി വരത്തുള്ളൂ, അവിടേക്ക് നിന്റെ ചേട്ടനെ പറഞ്ഞയച്ചാൽ അവൻ എങ്ങനെ ജീവിക്കും? അവന് 3 പിള്ളേരുള്ളതല്ലേ, ആ കുടുംബത്തിന്റെ ഭാവി എന്താവും? അതൊന്നും പറയണ്ട. അപ്പന് പണ്ട് മുതലേ ചേട്ടനോട് ഭയങ്കര പ്രിയം, കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു, ഞങ്ങൾ അങ്ങ് ഒഴിവായി പോയേക്കാം. ഈ ഭാര്യയും ഭർത്താവും കൂടെ തുള്ളിച്ചാടി ഇറങ്ങിയപ്പോ ചേട്ടൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അപ്പാ നീ ഇരിക്കടാ അവിടെ. അപ്പാ അരുത്, ഇന്ന് വരെ ഈ കുടുംബത്തിലൊരു അപശബ്ദം കേട്ടിട്ടില്ല. കുടപ്പറപ്പ് ബന്ധം മുലച്ച് കളയരുത്. അവൻ എന്താണോ വേണ്ടത് അത് മുഴുവൻ എൻ്റെ അപ്പം കൊടുക്കണം. ശേഷിച്ചൊരു 10 സെന്റ് തരിശ് കിട്ടിയാൽ എനിക്ക് മതിയപ്പ. കൂര കെട്ടിക്കിടക്കാൻ ഒരു അല്പം മണ്ണ്, അതും
കലഹമുണ്ടാകാതെ. എനിക്കത് മതി. എനിക്കറിയാം, പണ്ട് പലസ്തീൻ നാട്ടിൽ അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെ ഇടയന്മാർ മത്സരിച്ചപ്പോൾ അബ്രഹാം ലോത്ത് ചോദിച്ചത് മുഴുവൻ കൊടുത്തു. വെറും തരിശുഭൂമിയിലാണ് അബ്രഹാം തിരിഞ്ഞു പോയത്. പക്ഷേ അവൻ്റെ ദൈവം അവനെ കണ്ടു. എനിക്കത് മതി. വാവിട്ട് നിലവിളിച്ചുകൊണ്ട് അപ്പൻ ചോദിച്ചു, മോനെ, 12 വയസ്സ് മുതൽ നിന്റെ ചോര നീരാക്കി എല്ലാം നീ അധ്വാനിച്ചു, ഇപ്പൊ വീണ്ടും? അതെയപ്പാ, എനിക്ക് സമ്മതമാണ്. അവൻ പറഞ്ഞ പോലെ ചെയ്താ അപ്പന് നല്ലതായിരിക്കും. അവനും ഇളയവൻ്റെ ആക്രോശം. പ്രമാണം അങ്ങനെ തന്നെ എഴുതി കൊടുക്കുന്ന അന്ന് അപ്പം ഇളയ മോനെ വിളിച്ചു, മോനെ, നീ ആവശ്യപ്പെട്ടത് മൊത്തം ഈ പ്രമാണത്തിലുണ്ട്, വായിച്ചു. തൃപ്തിയായോ? തൃപ്തിയായി. കൊണ്ടുപോയി അനുഭവിച്ചോ. അവന് സന്തോഷമായി. ഇളയ മോൻ അടുത്ത് വന്നപ്പോൾ അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചു വാവിട്ട് കരഞ്ഞു. ഞാനൊരു ചതിയനാണല്ലോ മോനെ, നിന്റെ ജീവിതം ഞാൻ നശിപ്പിച്ചല്ലോ മോനെ, നീ എന്ത് ചെയ്യും കുഞ്ഞെ, നീ എങ്ങനെ നിന്റെ മക്കളെ പോറ്റും? എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അബ്രഹാമിൻ്റെ ദൈവം നിന്റെ കൈവിടില്ല. ഞാൻ എന്നും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് മകൻ്റെ കയ്യിൽ ശിരസിൽ 2 കൈയും വെച്ചിട്ട് അപ്പം പറഞ്ഞു, നിനക്ക് ദോഷം വരില്ല. അവൻ നിറകണ്ണോടെ ആ പ്രമാണം ഏറ്റുവാങ്ങി. ഇത് അച്ഛൻ കെട്ടുകഥ പറഞ്ഞതല്ല, ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായൊരു സംഭവമാണ്. നിങ്ങൾക്കറിയാമോ, ഈ സ്വത്ത് പിടിച്ചു വാങ്ങി ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു, എല്ലാം എൻ്റെ സ്വന്തമായി എന്ന അഹങ്കാരത്തോടെ കടന്നുപോയ ഇളയ മകൻ, 5 അക്ക ശമ്പളം വാങ്ങുന്ന ഭാര്യയും ഭർത്താവും, 2 മക്കളാ, ഒരു മോനും ഒരു മോളും. മോനെന്ന് പ്രിയപ്പെട്ടവരെ സെൻട്രൽ ജയിലിലെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിട്ട് അവൻ കൊട്ടേഷൻ ടീമിൽ അംഗമായി, ലോകത്തുള്ള സകല മ്ലേച്ഛതയ്ക്കും പങ്കാളിയായി, കുടിച്ചു കൂത്താടി കൊലപാതക കേസിൽ പ്രതിയായി കൃത്യതയോടെ പിടിക്കപ്പെട്ട് പ്രിയപ്പെട്ടവരെ അവൻ ജീവപര്യന്തം തടവിന് സെൻട്രൽ ജയിലിലാണ്. ഈ മനുഷ്യന്റെ ഒറ്റപുത്രി, പ്രിയപ്പെട്ടവരെ, അവൾ ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഒരു പരവേശിയായി പോയി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ലെന്ന് യേശു ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ കഷ്ടമായി ഈ ഇളയ മകന്റെ മകൾ നാട് നശിപ്പിച്ച് നാട്ടുകാർ എല്ലാവർക്കും പുച്ഛമായി ജീവിക്കുന്നു. പുറത്തിറങ്ങാൻ കഴിയാതെ കൊട്ടാര സദൃശമായ വീട് കെട്ടിപ്പൊക്കിയതിനകത്ത് അപ്പനും അമ്മയും തലകുമ്പിട്ടിരുന്ന് കരയുന്നു. എന്നാൽ ജ്യേഷ്ഠൻ എന്തുണ്ടായി എന്നറിയാമോ? 1/2 ഏക്കർ തരിശിലേക്ക് പറിച്ചു നടപ്പെട്ട പാവത്തിന്റെ 3 മക്കൾ ദൈവം അവരെ പഠിപ്പിച്ചു. 3 പേരും പഠിച്ചു, 3 പേരും വളർന്നു, 3 പേരും വിദേശത്ത് പോയി, 3 പേരും കോടാനുകോടികൾ സമ്പാദിച്ചു. സ്വദേശത്ത് മടങ്ങി വന്ന 5 ഏക്കർ സ്ഥലം വാങ്ങി കൊട്ടാരം പോലത്തെ വീട് പണിതു. മുറ്റത്ത് 2-3 വാഹനങ്ങളായി. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഈ നാട്ടിൽ അപൂർവം ആളുകൾ ധരിക്കുന്ന സ്റ്റാറ്റസിലുള്ള വസ്ത്രവും ധരിച്ച് മാന്യതയോടെ, എന്നാൽ വിനയം കൈവിടാതെ, വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് ചേട്ടനും ചേച്ചിയും ആനന്ദത്തോടെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവരായി ജീവിക്കുന്നു. എല്ലാം കണ്ടുകൊണ്ട് ഇന്നും ആ അപ്പൻ ജീവിച്ചിരിപ്പുണ്ട്. മാതാപിതാക്കളിൽ നിന്ന് വാങ്ങേണ്ടത് പിടിച്ചു വാങ്ങിയിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ഇപ്പോഴിവിടെ പരക്കുന്ന നിശബ്ദതയ്ക്ക് പിന്നിൽ അടികിട്ടിയ ഒത്തിരി പേരുടെ ആത്മനൊമ്പരമുണ്ടെന്നറിയാം. പറയാനുള്ളതൊന്നും മറച്ചു വെക്കാൻ ഒക്കില്ലല്ലോ മക്കളെ. ഹല്ലേലൂയ. ജീവിതത്തെ തിരുത്തുക. മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ടതാണ് അനുഗ്രഹം. അത് പിടിച്ചു വാങ്ങിയാൽ കിട്ടില്ല, അവർ തരും. അത് അനുഗ്രഹമാണ്. 2, അനുഗ്രഹം വരുന്ന 2ാമത്തെ മേഖല അത് ഗുരുക്കന്മാരിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓർക്കണം, പണ്ട് ഗുരുശിഷ്യ ബന്ധത്തിന് എത്ര ദൃഢതയും തീഷ്ണതയും ആഴവും അർത്ഥവും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നതിൻ്റെ മാനം നഷ്ടപ്പെട്ടു പോകുകയല്ലേ. നമ്മുടെ നാട്ടിൽ ചില കുഞ്ഞുങ്ങളെ നോക്കി ആളുകൾ പറയാറില്ലേ, കുരുത്തം കെട്ടവനാണെന്ന്. അതൊരു വാക്ക് വികലമായി പ്രയോഗിച്ചുണ്ടായ വാക്ക. ഗുരുത്വം കെട്ടവനെന്ന് അതിൻ്റെ അർത്ഥം. ഗുരുശാപം കിട്ടിയവൻ, ചുവില്ലാത്തവൻ. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഗുരുവിൽ നിന്ന് വാങ്ങേണ്ടത് അനുഗ്രഹമാണ്. നല്ല ശീലങ്ങളും അച്ചടക്കങ്ങളും നല്ല പാഠങ്ങളും ഗുരുവിൽ നിന്ന് പ്രാപിക്കണം. ഗുരു മാതൃകയായിരിക്കണം. ഗുരു അനുഗ്രഹിക്കുന്ന മുറ അത് ശിഷ്യന്റെ ഭാവിയുടെ നന്മയാണ് കാണിക്കുന്നത്. ഒരു ശിഷ്യൻ തന്റെ അഭ്യാസ പാഠവം പൂർണ്ണമാക്കിയിട്ട് പിരിഞ്ഞു പോകാൻ അനുമതി ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ബിരുദങ്ങൾ അവാർഡുകളായി ദാനം ചെയ്യുന്നത് പോലെ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിന് മുമ്പിൽ അഗ്നിസാക്ഷിയായി, അഗ്നി ദൈവമാണല്ലോ, ഈ ദീപനാളത്തിന് മുകളിലൂടെ നീട്ടപ്പെടുന്ന ഗുരുവിന്റെ കരം ശിഷ്യന്റെ ശിരസിൽ അർപ്പിച്ചിട്ട്, മകനേ, നിനക്ക് നന്മ വരും, നീ അനുഗ്രഹിക്കപ്പെടും, നിനക്ക് ഐശ്വര്യമുണ്ടാകും, നീ പരാജയപ്പെടില്ലെന്ന് ആത്മനിറവോടെ ഗുരു അനുഗ്രഹിക്കുമ്പോൾ അതാണ് ശിഷ്യന്റെ ബിരുദം.
പ്രിയപ്പെട്ടവരെ, ഇന്ന് ഗുരുക്കന്മാരെ നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന, പച്ചയ്ക്ക് പുച്ഛിക്കുന്ന, സാറന്മാർക്ക് പണി കൊടുക്കുന്ന, എന്നിട്ട് അത് പറഞ്ഞ് പരസ്പരം ചിരിക്കുന്ന, ഈ കൗമാരത്തിൽ യൗവനത്തിൽ തങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഭീകരതയുടെ ആഴമറിയാത്ത ശിഷ്യഗണം ഗുരുക്കന്മാരാൽ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ തലമുറ ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നുണ്ടോ, ആദരിക്കുന്നുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ? ആരായേണ്ട ഒരു സബ്ജക്റ്റാണ്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, ഇതിൽ ഗുരുക്കന്മാർക്കും കുറ്റമില്ലേ? പണ്ടൊക്കെ ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് സകലത്തിലും മാതൃകയായിരുന്നു. ശിഷ്യൻ ചെയ്യരുതാത്തതൊന്നും ഗുരു ചെയ്തിരുന്നില്ല. ശിഷ്യൻ ഒരിക്കലും തെറ്റായ ഒരു കാഴ്ച ഒരു ഗുരുവും കൊടുത്തിരുന്നില്ല. അവനാണ് ഉത്തമനായ ഗുരു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉത്തമനായ, അല്ല അത്യുത്തമനായ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ സർവ്വലോകവും അംഗീകരിച്ച അത്യുത്തമനായ ഗുരു ഒരുവനാണത് യേശുവാണ്. ഹല്ലേലൂയ. ജീവിച്ച് മാതൃക കാണിച്ച പരിശുദ്ധനായ ഗുരു. എന്നെ അനുഗമിപ്പീനെന്ന് തികഞ്ഞ അധികാരത്തോടെ പറയാൻ കഴിവുള്ള ഏക ഗുരു, ഊനമില്ലാത്തവൻ, കളങ്കമില്ലാത്തവൻ. മറ്റുള്ള ഗുരുക്കന്മാരെല്ലാം കുറവുള്ളവരാണ്. ഹല്ലേലൂയ. പഠിപ്പിക്കലുകൾ എത്ര ശ്രേഷ്ഠമാണെങ്കിലും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയാത്തവരായിരുന്നവരൊക്കെ, പക്ഷെ പരിശുദ്ധനായ ഗുരു, നമ്മുടെ ഗുരു യേശു പൂർണ്ണനായ ഗുരുവാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വന്തം ശിഷ്യന്മാരെ പോക്കറ്റിൽ നിന്ന് ചില്ലറ നോട്ടുകൾ കൊടുത്തിട്ട്, അല്ലെങ്കിൽ 100 രൂപ 500 രൂപ നോട്ട് കൊടുത്തിട്ട് ബിവറേജസ് കോർപ്പറേഷന്റെ റീറ്റെയിൽ ഷോപ്പിന്റെ ക്യൂബിൽ കുപ്പി വാങ്ങാൻ വിടുന്ന ഗുരുക്കന്മാരുള്ള കാലമാണ് ഈ കൊച്ചു കേരളത്തിന്റെ ഈ ശാപകാലം എന്ന് പറയാതിരിക്കാൻ ഒക്കുമോ? അത് ഈ കാലഘട്ടത്തിലെ അപൂർവ വാർത്തയല്ല, സാധാരണ വാർത്തയാണ്. എന്നിട്ട് അവർക്ക് വാരിക്കോരി മാർക്ക് കൊടുക്കുകയോ മറ്റ് ആനുകൂല്യം കൊടുക്കുകയോ ചെയ്യുന്ന ഗുരുക്കന്മാരും ഉണ്ട്. പറയാതിരിക്കാൻ ഒക്കില്ലല്ലോ. പറയുമ്പോൾ ഇരുപക്ഷവും പറയണ്ടേ. ഓർക്കട്ടെ പ്രിയപ്പെട്ടവരെ, ശിഷ്യൻ ഗുരുവിനെ ബഹുമാനിക്കണം, ഗുരുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണം. ഓർക്കട്ടെ, ഏലിയ പ്രവാചകന്റെ പ്രിയ ശിഷ്യനായിരുന്നു ഏലീശ. ഏലിയ പ്രവാചകനെ ബഹുമാനിച്ചും ആദരിച്ചും അംഗീകരിച്ചും അവൻ ചെയ്തതൊക്കെ കണ്ടും കേട്ടും പഠിച്ചും അവന്റെ ദൈവത്തെ അവൻ ആരാധിച്ചതുപോലെ മനോഹരമായി ആരാധിച്ചും ഒരു നിമിഷം വിടാതെ പിന്തുടർന്ന ഏലീശ ഏലിയാവിന്റെ ഇരട്ടി ആത്മാവിനെ പ്രാപിച്ചു. ഹല്ലേലൂയ. അനുഗ്രഹീതനായ ശിഷ്യൻ. ഈ ഏലീശയ്ക്കുണ്ടായിരുന്നു ഒരു ശിഷ്യൻ, പേര് ഗേഹസി. സത്യത്തിൽ ഏലിയാവിൽ നിന്ന് ഏലീശ പ്രാപിച്ചതിന്റെ ഇരട്ടി ആത്മാവ് ഏലീശയിൽ നിന്ന് ഈ ഗേഹസി പ്രാപിക്കേണ്ടതായിരുന്നു. പക്ഷേ ദ്രവ്യാഗ്രഹം എന്നൊരു വക്രത അവന്റെ തലയ്ക്കകത്ത് ചടുലമായി കയറിക്കൂടിയപ്പോ ഗുരു പറഞ്ഞു വിട്ടവനായ ദേവാനെ പിന്തുടർന്ന് പിടിച്ചു നിർത്തി ഗുരു ദൈവനാമത്തിൽ വേണ്ടെന്ന് വെച്ചതൊക്കെ വാരിക്കൂട്ടൻ ശ്രമിച്ച് അവന് അനുഗ്രഹം കിട്ടിയില്ലെന്ന് മാത്രമല്ല, കുടുംബസമേതം ശാപം കിട്ടി, കുഷ്ഠം. ഇന്ന് പല ശിഷ്യരും ഗുരുക്കന്മാരോട് കാണിക്കുന്ന നിന്ന കൊണ്ട് വാങ്ങിക്കൂട്ടുന്നത് അനുഗ്രഹമാണോ അല്ല മറിച്ച് ഗേഹസിക്ക് കിട്ടിയ മറുപടിയാണോ എന്ന് സ്വയം ചോദിക്കുന്നത് ഇപ്പോൾ ഉത്തമമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇന്നത്തെ പ്രസംഗം. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കാര്യങ്ങൾ തീക്ഷ്ണമായി പറയുമ്പോൾ ആളുകൾ എന്നെ വല്ലാതെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. ഈ അച്ഛൻ എന്തു പറ്റി എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നും പറ്റിയിട്ടില്ല. എന്നെ ഇവിടെ നിർത്തിയവൻ എന്താണോ പറയാൻ കൽപ്പിച്ചത് അത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതിനെന്നെ തുറച്ചു നോക്കിയിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം വന്നെത്തുന്ന മൂന്നാമത്തെ മേഖല അത് പുരോഹിതന്മാരിൽ നിന്ന് പ്രാപിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുവാൻ വേണ്ടി അഭിഷേകം ചെയ്തിരിക്കുന്ന ഒരു വർഗമാണ് പുരോഹിതൻ. ഹല്ലേലൂയ. തന്റെ ജനത്തെ അനുഗ്രഹിക്കാൻ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്ന ഒരു വർഗമാണ് പുരോഹിത വർഗം. അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, അവരെ അംഗീകരിക്കണം. ഇന്ന് ഒരുപാട് പേരുടെ പ്രധാനപ്പെട്ട ജീവിതത്തിലെ അജണ്ട തന്നെ അച്ഛന് പണി കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതെന്തോ വലിയ ക്രെഡിറ്റ് ആണെന്ന് വിചാരിക്കുക, അത് പരസ്യമായി പറയുക. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തോട് മത്സരിക്കുന്നവർ സൂക്ഷിക്കണം. വേദപുസ്തകത്തിൽ ഒരുപാട് അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മത്സരിച്ചവർക്ക് കിട്ടിയ മറുപടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൽക്ഷണം ദൈവം മറുപടി പറഞ്ഞില്ലെന്ന് വെച്ച് മറുപടി പറയില്ലെന്നാരും നിരയ്ക്കരുത്. ദൈവത്തിന്റെ അഭിഷിക്തനോട് ഏറ്റുമുട്ടരുത്, വെല്ലുവിളിക്കരുത്. ദൈവത്തിന്റെ അഭിഷിക്തനെ നീ ഒരു വിധത്തിലും അസഹ്യപ്പെടുത്തരുത്, അപായപ്പെടുത്തരുത്, അപമാനിക്കരുത്. അത് ദൈവത്തോടുള്ള വെല്ലുവിളിയാണ്.
വേദപുസ്തകത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലൊരു സംഭവം എഴുതിയിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. മോശ ദൈവത്തിന് പ്രിയപ്പെട്ടവൻ. ഈ മോശ ഒരു ദിവസം ഒരു കാര്യം ചെയ്തു. അവന് ഒരു ഭാര്യയും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവനൊരു കൂശിയ സ്ത്രീയെ കല്യാണം കഴിച്ചു. കൂശിയ സ്ത്രീ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാരിയാണ്. ഈ മോശ കുലീനനായ ഒരു എബ്രായനല്ലയോ, അവനൊരു കൂശിയ സ്ത്രീയെ കല്യാണം കഴിച്ചത് അവന്റെ നേർപങ്ങൾ മൂത്ത ചേച്ചി മിരിയാമിനും സഹോദരൻ അഹരോനും ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടത്തക്ക കാര്യമല്ലായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും കൂടെ മോശയോട് ഒരുപാട് ചീത്ത വിളിച്ചു. പ്രത്യേകിച്ച് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ധാർമ്മിക രോഷം കൊണ്ട് എന്തും പറയാമെന്നാണ് നമ്മുടെ ആളുകളുടെ വിചാരം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ചത് മിരിയാമാണ്. എടാ, നീ എന്ന നീലനദിയിൽ ഒഴുകിപ്പോയപ്പോ അങ്ങ് പോയാ മതിയായിരുന്നു. ഞാനാ ഒളിച്ചു നിന്ന് നീ രാജകുമാരിയുടെ കയ്യിൽ കിട്ടിയപ്പോ ഓടിപ്പോയി നിന്റെ അമ്മയുടെ പാല് കുടിക്കാൻ നിനക്ക് അവസരം തന്നു. അന്നേ നീ ചത്താ മതിയായിരുന്നു, ശപിക്കപ്പെട്ടവനെന്നൊക്കെ പറഞ്ഞു കാണും. മിരിയാമും പ്രവാചകിയാ. പക്ഷെ വികാരം കൊള്ളുമ്പോൾ എല്ലാം മറന്നുപോകുമല്ലോ. നമ്മുടെ ആൾക്കാരുടെ ഒക്കെ മൊത്തം കുഴപ്പം അതല്ലേ. പ്രിയപ്പെട്ടവരെ, മോശയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. മുഖത്ത് നോക്കി ഏറ്റവും പ്രിയപ്പെട്ടവരായാലും ശത്രുക്കളായാലും 1000 ചീത്ത പറഞ്ഞാലും ഒരു പ്രതികരണം ഉണ്ടാവില്ല, ഒരക്ഷരം മിണ്ടില്ല. അപ്പോഴും അവൻ സൗമ്യമായിട്ടിരിക്കും. ഹല്ലേലൂയ. ഇവിടെ ഒരു മോശ പോലും വന്നിട്ടില്ല കേട്ടോ. കാരണം ഈ ഇടവകയിലോ ഈ പരിസരത്തോ ഒരു മോശയും താമസിക്കുന്നില്ല. ഈ അടുത്ത തലമുറയിലെങ്കിലും ജനിക്കാനും സാധ്യതയില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഞാനും ആ കൂട്ടത്തിൽപ്പെടില്ല കേട്ടോ. ആമേൻ. എനിക്ക് മോശയാകണമെന്ന് ആശയുണ്ട്, പക്ഷേ സമ്മതിക്കണില്ല ഈ ആൾക്കാർ. അറിയാണ്ട് ദേഷ്യപ്പെട്ടു പോവാ. മോശയ്ക്ക് ദേഷ്യം വരില്ല, പക്ഷെ അവൻ ഇരുന്ന് കരഞ്ഞു, മാറിയിരുന്ന് കരഞ്ഞു. തൻ്റെ നേർഭങ്ങളും ജ്യേഷ്ഠ സഹോദരനും പരസ്യമായി പരിഹസിച്ചപ്പോൾ അവൻ മാറിയിരുന്ന് കരഞ്ഞു. ദൈവത്തിന് നൊന്തു. ഹല്ലേലൂയ. ദൈവം സ്നേഹിക്കുന്നവരെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ, അവർ കരഞ്ഞാൽ ദൈവത്തിന് നോവും. ആമേൻ. ഒരു പുരോഹിതന് ഹൃദയവേദന തട്ടി ദൈവത്തിന്റെ യാഗപീഠത്തിന്റെ മുമ്പിൽ അവൻ വീണ് കിടന്ന് കരഞ്ഞാൽ ദൈവത്തിന് നോവും. പിറ്റേന്ന് ദൈവം പറഞ്ഞു, അഹരോനും മിരിയാമും മോശയും കൂടാരവാതിക്കൽ വരട്ടെ. മോശ അവിടെ നിൽക്കട്ടെ, അഹരോനും മിരിയാമും എന്റെ അരികിലേക്ക് ചേർന്ന് വരട്ടെ. അടുത്തേക്ക് ചെന്നു. ദൈവം അവരെ കർശനമായി ശാസിച്ചു. മോശ എന്റെ പ്രിയപ്പെട്ട ഭൃത്യനാണ്, അവനെ ശാസിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. അവൻ തെറ്റ് ചെയ്താൽ തിരുത്താനും ശാസിക്കാനും ശിക്ഷിക്കാനും ഞാൻ മതിയായവനാണ്. എന്റെ ദാസനെ ഞാൻ ആദരിക്കുന്ന, ഞാൻ വിശ്വസ്തനം തെണ്ണിയിരിക്കുന്ന, ഞാൻ അംഗീകരിച്ചിരിക്കുന്ന എന്റെ ദാസനെ അപമാനിക്കാൻ നിങ്ങൾക്കെന്ത് കാര്യം? ഒരുപാട് സംസാരിച്ചില്ലേ മിരിയാം? എന്റെ മോശയെ കുറിച്ച് ഇന്നലെ അപമാനകരമായി. അതുകൊണ്ട് നീ ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ. ഇതിനെ ആവർത്തിക്കപ്പെടാതിരിപ്പാൻ നിനക്ക് കുഷ്ഠം വന്ന് ഭവിക്കട്ടെ. നിന്ന നിപ്പിൽ മിരിയാം കുഷ്ഠരോഗിണിയായി, ശരീരം വിളറി വെളുത്തു, അടി മുതൽ മുടിവരെ വ്രണങ്ങളായി, ദുർഗന്ധവും ആരംഭിച്ചു. ഇത് കണ്ടു നിന്ന നിമിഷം അഹരോൻ നടുങ്ങിപ്പോയി. അവൻ പോയി മോശയുടെ കാലിൽ വീണ് കരഞ്ഞിട്ട് ചോദിച്ചു, യജമാനേ മോശേ, അവൾ നമ്മുടെ നേർമങ്ങളല്ലയോ, അവൾ ഇങ്ങനെ പുഴുത്തു നാറിയിരിക്കുന്നത് നിനക്ക് സഹിക്കാനാകുമോ? മോശയെ പരിഹസിച്ചതിന്റെ പേരില്ല മിരിയാമിന് പണി കിട്ടിയതെങ്കിലും മോശ പാഞ്ഞു ചെന്ന് ദൈവത്തിന്റെ കാൽക്കൽ വീണു. തമ്പുരാനെ, എന്റെ പെങ്ങളാ, എന്നെ പ്രതി അവളെ ശിക്ഷിക്കരുത്, എന്നെ പ്രതി അവളെ ശിക്ഷിക്കരുത്. എന്നെ അവൾ അപമാനിച്ചപ്പോൾ എനിക്കുണ്ടായതിൽ അധിക വേദന അവൾക്ക് കുഷ്ഠം വരുമ്പോൾ എനിക്കുണ്ട്. ദൈവമേ, അവളെ അങ്ങനെ വേദനിപ്പിക്കരുത്. മോശ വീണ്ടും കരഞ്ഞപ്പോ ദൈവത്തിന് സങ്കടമായി. മോശേ, നീ ഇത്രയ്ക്ക് വിശുദ്ധനും നീതിമാനുമാണോ? മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്കിട്ട് അത്രമാത്രം വർത്താനം പറഞ്ഞതല്ലേ, നിനക്ക് അത് തന്നെ വേണോടി എന്ന് പറഞ്ഞേനെ. ഒരുപക്ഷെ പാറക്കരച്ചനാണെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞേനെ. പക്ഷെ മോശ ദൈവത്തിന്റെ കാൽക്കൽ വീണ് അലറി, ദൈവമേ വേണ്ട, എൻ്റെ പെങ്ങൾക്ക് കുഷ്ഠം വന്നിട്ട് എനിക്കൊരു നേട്ടവും വേണ്ട. അങ്ങനെ മോശ കരഞ്ഞപ്പോൾ ദൈവം ആശയക്കുഴപ്പത്തിലായി. ദൈവം പറഞ്ഞു, മോശേ, ഒരു മനുഷ്യൻ തന്റെ അപ്പന്റെ മുഖത്ത് തുപ്പിയാൽ 3 ദിവസം പാളയത്തിന് പുറത്ത് പാർക്കണമെന്ന് പ്രമാണമുണ്ടല്ലോ. 3 നാൾ അവൾ പാളയത്തിന് പുറത്ത് കിടക്കട്ടെ, അതിനുശേഷം അവൾ ശുദ്ധയാകും. 3 ദിവസം അവൾ കുഷ്ഠരോഗിണിയായി പാളയത്തിന് പുറത്ത് കിടന്ന ശേഷം അവളുടെ അസുഖം മാറി എന്ന് സംഖ്യാപുസ്തകം 12-ാം അധ്യായം സാക്ഷിക്കുന്നു. ദൈവത്തിന്റെ പുരോഹിതനെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും അച്ഛന് ഞാൻ നല്ല പണി കൊടുത്തറ എന്ന് പറയുകയും അപവാദ പ്രചരണം നടത്തുകയും ചെയ്യുന്നവർ അറിയുവാൻ അത് അനുഗ്രഹമല്ല, തലമുറകൾക്ക് പകർന്നു കിട്ടുന്ന ഒരിക്കലും വീട്ടാനാകാത്ത ശാപത്തിന്റെ കടമാണെന്ന്
ഇന്ന് രാത്രി നെഞ്ചിലെഴുതി സൂക്ഷിക്കുക. ഹല്ലേലൂയ. തിരുത്തപ്പെട്ടുകൊള്ളണം ദൈവമക്കൾ. ആമേൻ. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പണി കൊടുത്ത് ഒത്തിരി പേർക്ക് പണി കിട്ടിയ ചരിത്രമുണ്ട്. ഒരിക്കലൊരു പള്ളിയിലൊരു പള്ളിപ്രമാണി ഉണ്ടായിരുന്നു. അയാൾ ഏതച്ഛൻ പള്ളി വന്നാലും ആ അച്ഛൻ അയാൾ വരച്ച വരയ്ക്ക് അപ്പുറവും ഇപ്പുറവും പോകാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ പ്രമാണിമാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് കുറേ കാലം മുമ്പുണ്ടായൊരു സംഭവമാണ്, ഞാൻ ജനിക്കുന്നതിനൊക്കെ മുമ്പ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വലിയ സങ്കടമൊന്നും വരാൻ സാധ്യതയില്ലല്ലോ. അച്ഛൻ ഇവിടെ ഇരിക്കുന്ന ആരെക്കുറിച്ചല്ല പറയുന്നെന്നുള്ളത് ഉറപ്പായല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ പള്ളിയിൽ വന്ന അച്ഛനെ വരച്ച വരയിൽ നിർത്തും, ചിലർ ചൂണ്ടുവരയിൽ നിർത്തും. അല്പം ചലിച്ചു പോയി കഴിഞ്ഞാൽ അച്ഛന് പണി കൊടുക്കും. ആ മനുഷ്യൻ ഒരുപാട് അച്ഛന്മാർക്ക് പണി കൊടുത്തു. പള്ളി വന്ന മുഴുവൻ അച്ഛന്മാരെയും അയാൾ കണ്ണീര് കുടിപ്പിച്ചു. മൊട്ടു സൂചിയുടെ മനയിൽ നിർത്തി. ഏതെങ്കിലും അച്ഛന്മാർ അല്പം നട്ടല് കാണിച്ച് നിവർന്നു നിന്ന് എതിർത്തെങ്കിൽ അയാൾ അറ്റ കൈ പ്രയോഗം നടത്തി. ഒരു പുരുഷനെ നാണം കെടുത്താൻ ഏറ്റവും നല്ല മാർഗം പെണ്ണ് കേസിൽ പ്രതിയാക്കുക എന്നുള്ളതാണ്. അപവാദം പറയും. ഈ മനുഷ്യൻ അതൊരു ലഹരിയാണ്, അച്ഛന്മാരെ കരയിപ്പിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നാട്ടുകാർ പറഞ്ഞു ഇയാൾക്ക് ശാപം കിട്ടും, ഇയാൾക്ക് പണി കിട്ടും. പക്ഷേ ഒന്നും ഉണ്ടായില്ല. അയാൾ 97 വയസ്സ് വരെ ജീവിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിക്കുമല്ലോ, ഈ മനുഷ്യൻ ഈ ചെയ്തത് മുഴുവനും നീതി കിടന്നിട്ട് ഇയാൾക്ക് ഒരു കേടും പറ്റിയില്ലല്ലോ. അയാൾ 97 വയസ്സ് വരെ ജീവിച്ചിരുന്നു. പക്ഷേ അതീവ വാർദ്ധക്യത്തിലായപ്പോൾ കിടപ്പ് രോഗിയായി. ഇപ്പോഴങ്ങനത്തെ ഒരു മനുഷ്യരും ഉണ്ടാവില്ല, കാരണം അത്രയും പ്രായം വരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുണ്ടാവും. അതിനു മുമ്പ് സംഭവം ചിലവാകും. എന്നാൽ പ്രിയപ്പെട്ടവർ, ഈ മനുഷ്യൻ അതീവ വാർദ്ധക്യത്തിൽ രോഗിയായി കിടന്നു. ഒരാൾ കിടപ്പ് രോഗിയായാൽ ആദ്യത്തെ ഒരാഴ്ച എല്ലാവരും കട്ടിലിന് ചുറ്റും കാവലിരിക്കും, ഇപ്പം ചത്തോളൂ എന്നോർത്ത്. എന്നിട്ട് എല്ലാവരും പ്രാർത്ഥന തുടങ്ങും, പാട്ട് തുടങ്ങും. എന്നിട്ട് ഒരു ദിവസം പല പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലും. പക്ഷെ ആൾ മരിക്കുന്നില്ല. ഒരാഴ്ച കഴിയുമ്പോൾ മടുക്കും. പിന്നെ ഒരാളെ കാവലെടുത്ത് ബാക്കിയുള്ള അവരുടെ പണിക്ക് പോകും. 2-3 ആഴ്ച, ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഉടനെ അങ്ങ് ചാവില്ല എന്ന് മനസ്സിലായി അയാളുടെ വഴിക്ക് പോകും. പ്രിയപ്പെട്ടവരെ, പിന്നെ നോക്കാൻ ആരുമില്ല ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് കാരണവന്മാർ അനാഥരായി കിടന്നുണ്ട്. ഈ കാരണവർക്ക് ഈ ഗതി വന്നു, ആരും നോക്കാനില്ല. ഇങ്ങനെ കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ചുരുണ്ടുകൂടും. സാധാരണ കിടപ്പ് രോഗികൾ ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട്. കാലിൻ്റെ മുട്ടും മൂക്കും കൂടെ കൂട്ടിമുട്ടും, ഇങ്ങനെ വളഞ്ഞു കൂടിയിട്ട്. അതങ്ങനെ കിടന്നായി പോണതാ. ഈ മനുഷ്യനും കിടന്ന് കിടന്ന് വളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇയാൾ വളഞ്ഞൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, മുന്നോട്ടല്ല പുറകോട്ടായിരുന്നു. കാലിൻ്റെ ഉപ്പൂറ്റി നെറുകം തലയും തമ്മിൽ കൂട്ടിമുട്ടി, ഇങ്ങനെ റാ പോലെ വളഞ്ഞിട്ട് ഇയാൾ കട്ടിലിൽ ഇങ്ങനെ കിടക്കുക. പുറകോട്ടാണ് ഞെളിഞ്ഞത്, നട്ടലിൽ മുന്നോട്ട് വളഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, ആ കിടപ്പിൽ അങ്ങനെ കിടന്നു. ദിവസത്തിൽ 3-4 പ്രാവശ്യമൊക്കെ മക്കൾ പോയി എത്തി നോക്കും, എന്തെങ്കിലും ആഹാരം കൊടുക്കും. ഒരു ദിവസം രാത്രി 7 മണിക്ക് അത്താഴം കൊടുത്ത് മക്കളെല്ലാം കൂടെ പോയി അവരുടെ ബിസിനസ്സിന് പോയി, അല്ലെങ്കിൽ അവരുടെ മറ്റു കാര്യത്തിന് പോയി. അവർ കിടന്നുറങ്ങി. പിന്നെ ആ മുറിയിൽ കയറിയില്ല, രാവിലെയും കയറിയില്ല. രാവിലെ ഒരു 10 മണിക്ക് അവർ ചെന്ന് നോക്കുമ്പോൾ ആ അത്താഴം കൊടുത്തേച്ച് പോയി കഴിഞ്ഞ ഉടനെ എങ്ങാണ്ട് ഈ സാധനം മരിച്ചു പോയതാ. നല്ല മരപ്പൂള് കണക്ക്. പ്രിയപ്പെട്ടവരെ, സംഭവം ഉറച്ചുപോയി, സെറ്റായിപ്പോയി. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഫ്രീസറും മറ്റ് സംവിധാനമൊന്നുമില്ലല്ലോ. ഇതിനെ അന്നേക്കൊന്ന് ചൂടാറാതെ കുഴിയിൽ വെക്കണ്ടേ. പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ അച്ഛനെ വിവരം അറിയിച്ചു. നാട്ടുകാരൊക്കെ വന്നു. വരണ്ടവരൊക്കെ പെട്ടെന്ന് ഓടിപ്പാഞ്ഞെത്തി. ഉച്ചയ്ക്ക് മുമ്പ് ശവടക്കം തീരുമാനിച്ചു. എല്ലാ ക്രമീകരണം ചെയ്തു. അന്നൊക്കെ ശവം കുളിപ്പിക്കും. ഇന്ന് കുളിച്ചു പോകാനുള്ള യോഗമുള്ളവരും വളരെ കുറവാണ്. സ്പിരിറ്റ് വാഷ് എന്നൊക്കെയാണ് പറയണേ. ഇരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനെ പെട്ടിക്കകത്ത് കിടത്താമെന്ന് നിന്നപ്പോൾ വലിയ പ്രശ്നം. മലർത്തി കിടത്തിയാൽ തലയും കാലും പെട്ടിയിട്ട് അടിയിൽ പോകും, മുഖം കാണാൻ പറ്റില്ല. കമഴ്ത്തി കിടത്തിയാൽ പെട്ടി അടയ്ക്കാൻ പറ്റില്ല, ഇതിങ്ങനെ വില്ല് പോലെ നിൽക്കുകയല്ലേ. പല രീതിയിൽ കിടത്തി നോക്കിയിട്ട് അവസാനം കിടക്കില്ല എന്ന് കണ്ടപ്പോൾ നല്ല ആരോഗ്യവും നല്ല ബുദ്ധിയുമുള്ള 5-6 ചെറുപ്പക്കാർ ആ മുറിക്കകത്തുണ്ടായിരുന്ന മൊത്തം ആൾക്കാരോട് പറഞ്ഞു, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്ക്, ഞങ്ങൾ ഈ അപ്പച്ചനെ ഒന്ന് പെട്ടിക്കകത്ത് കിടത്തട്ടെ എന്ന് പറഞ്ഞു. അവരെല്ലാവരും ഇറങ്ങി. ജനലും വാതിലും അടച്ചിട്ട് അവർ 3 മിനിറ്റിനുള്ളിൽ കാർന്നവരെ പെട്ടിക്കകത്ത് കിടത്തി. 7 കഷ്ണമായിട്ട് ചവിട്ടി അങ്ങോട്ട് ഓടിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രാണൻ പോയ ശേഷം നട്ടല്ലൊടിക്കാനുള്ള പണി അവൻ ചെയ്തിട്ടുണ്ട്. ആ ഗതി ഇവിടെ ഇരിക്കുന്ന ആർക്കും വരാതിരിക്കട്ടെ. ആമേൻ. അത് വരാതിരിക്കട്ടെ. സൂക്ഷിച്ചു കൊള്ളണം. കർത്താവിന്റെ അഭിഷിക്തന്മാരോട് നീ മത്സരിക്കണ്ട. അവരുടെ ജീവിതത്തിൽ കുറവ് കാണും, തെറ്റ് കാണും. അവരിൽ പലരും നല്ലവരല്ലായിരിക്കാം. ദൈവം ചോദിച്ചോളൂ, നിങ്ങൾ ആരും ന്യായവിസ്താരത്തിന് പോകണ്ട. പുരോഹിതന്മാരുടെ കാര്യത്തിൽ ഹല്ലേലൂയ, അവരെ അനുഗ്രഹിക്കാൻ നിർത്തിയതാണ് ദൈവം. അവരിൽ നിന്ന് അത് മാത്രം വാങ്ങുക, ഒരിക്കലും മറ്റൊന്നിന് പോകരുത്. ആമേൻ. ഇപ്പം എല്ലാവർക്കും തൃപ്തിയായി. ഇനി തൂക്കുറ്റി എടുക്കാം. അല്ല, ഞാൻ ഉദ്ദേശിച്ച 4ാമത്തെ കുക്കിലും ചെല്ലാൻ സമയമായി എന്ന ആൾക്കാർ ആ പരുവത്തിലായി പോയി ഇരിക്കുന്നത്. സ്തോത്രം.
അനുഗ്രഹം വരുന്ന വിവിധ മേഖലകളെ കുറിച്ചല്ലേ അച്ഛൻ പറഞ്ഞുകൊണ്ട് വന്നത്. മാതാപിതാക്കളിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്ന്, പുരോഹിതന്മാരിൽ നിന്ന്, ഇതാ അതിലും വലിയൊരു പുള്ളി നിൽക്കുക, സാക്ഷാൽ പിശാചിൽ നിന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദൈവമേ പിശാച് അനുഗ്രഹിക്കോ? ഉവ്വ്. ദൈവം അനുഗ്രഹിച്ചതിലധികം, അനുഗ്രഹിക്കുന്നതിലധികം മനുഷ്യർ അനുഗ്രഹമാണെന്ന് നനയ്ക്കുന്ന സംഗതി പിശാച് തരും. സത്യത്തിൽ അത് ശരിയായ അനുഗ്രഹമല്ല എന്ന് ആദ്യം അച്ഛൻ പറഞ്ഞല്ലോ. ലൗകിക നേട്ടങ്ങളും ലാഭങ്ങളും സമ്പത്തും ഇതൊക്കെ സ്വന്തമാകുന്നതാണ് അനുഗ്രഹമെന്ന് അന്ധമായി നനയ്ക്കുന്ന മനുഷ്യന് ഇതൊക്കെ വാരിക്കോരിക്കൊടുത്തവരെ പരിധിയിൽ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു ശക്തിയുണ്ട്. ആരാ? സാത്താൻ. ഇത് വാരിക്കോരിക്കൊടുക്കുന്നത് സാത്താനാണെന്നറിയാതെ വക്രതകളിലൂടെ, തെറ്റായ വഴികളിലൂടെ കൈക്കൂലി വാങ്ങിയിട്ട് പ്രിയപ്പെട്ടവരെ പാലിൽ വെള്ളം ചേർത്ത് അല്ലെങ്കിൽ മറ്റ് ബിസിനസ് വെള്ളം ചേർത്ത് സ്വന്തമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ധാരണ ഇതൊക്കെ ദൈവം തന്നതാണെന്ന. ദൈവിക പദ്ധതിയിൽ ഉൾപ്പെടാത്ത വിധത്തിൽ ആരെങ്കിലും വല്ലതും നേടിയിട്ടുണ്ടെങ്കിൽ ആ നേട്ടങ്ങളുടെ ഉറവിടം ദൈവമല്ല. അവനുണ്ടായി എന്നവൻ നനയ്ക്കുന്ന അനുഗ്രഹം അനുഗ്രഹവുമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആളുകൾ അറിയാതെ അബദ്ധത്തിൽ ചാടുകയാണ്. ഇങ്ങനെ വിചാരിക്കട്ടെ, എല്ലാവരും ലോട്ടറി ടിക്കറ്റ് എടുക്കുക, പല പേരിലാണ് അത് അവതരിക്കുന്നത്. ലോട്ടറി എടുക്കുന്ന ആളുകളുടെ ഒക്കെ വിചാരം എന്താ? ഇത് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ കോടീശ്വരനാവും, പിന്നെ ഞാൻ അതൊക്കെ ആനന്ദത്തോടെ ചെയ്യും, ഇങ്ങനെയൊക്കെ സമ്പാദിക്കും. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും ലോട്ടറി ടിക്കറ്റ് എടുത്തു വെച്ചിട്ട് രാവും പകലും അത് തന്നെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട്. ദൈവമേ ഇതെനിക്ക് അടിക്കണേ, ഇതെനിക്ക് അടിക്കണേ. എന്നിട്ട് പിന്നെ ഇത് തന്നെ ധ്യാനം. അതാണ് ശരിയായിട്ട് ഒരുപാട് പേരുടെ ധ്യാനം. അച്ഛനൊന്ന് ചോദിച്ചോട്ടെ, ലോട്ടറി അടിച്ചിട്ട് ജീവിതത്തിൽ ഇന്ന് വരെ ഗുണം പിടിച്ച ഏതെങ്കിലും മനുഷ്യർ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം. ഇതുവരെ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. ലോട്ടറി അടിച്ചിട്ട് ഇന്ന് വരെ ആരും രക്ഷപ്പെട്ടിട്ട് എൻ്റെ അനുഭവത്തിലില്ല. എന്താ കാരണം എന്നറിയും? ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന എല്ലാവരും വിചാരിക്കും ഇത് എനിക്കടിക്കും, എനിക്കടിക്കും, എനിക്കടിക്കും. അങ്ങനെയാണല്ലോ പരസ്യം പറയണത്. വ്യാഴാഴ്ച ആയാൽ നിങ്ങൾ കോടീശ്വരനായി. പ്രിയപ്പെട്ടവരെ, റേഡിയോ തുറന്നാൽ ടി വി തുറന്നാൽ ഇത് മാത്രമേ കേൾക്കാനുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കും, അന്ന് മുതൽ പ്രതീക്ഷിക്കും എന്തായാലും ഒരാൾക്കേ ലോട്ടറി അടിക്കുള്ളൂ. ബാക്കിയുള്ളവർ അന്നേ ദിവസം ഈ കടലാസ് എടുത്ത് വെച്ച് ഒത്തു നോക്കും. മൂടിയാൽ ആ കാശും പോയി. ഒറ്റപ്പരാക്ക് ഇതെവിടെ ചെല്ലും? കാശ് കിട്ടിയവൻ്റെ തലയിലോട്ട് പോകും. 1,00,000 പേര് ലോട്ടറി ടിക്കറ്റ് എടുത്തു, ഒരാൾക്ക് ലോട്ടറി അടിച്ചു. പ്രിയപ്പെട്ടവരെ, 99,999 പേരും പരാവി. ആ പരാക്ക് മുഴുവൻ അവിടെ തല്ലിച്ചു. ഇവൻ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? അവൻ അനുഭവിക്കാൻ പറ്റുമോ? മാത്രമല്ല, അധ്വാനിച്ചുണ്ടാക്കേണ്ടതിന് പകരം ചെറുവിരൽ അനക്കാതെ ആരാന്റെ കീശ കിടന്നത്, എനിക്ക് അർഹതയില്ലാത്തത് ലോട്ടറി എടുത്ത് ഞാൻ കൈവശപ്പെടുത്തിയാൽ ഞാനും എൻ്റെ തലമുറയും അത് അനുഭവിക്കുമെന്ന് ഞാൻ നനച്ചുപോയെങ്കിൽ അത് അബദ്ധമാണ്. ആൾക്കാരിപ്പോ പറയുന്നത്, അച്ഛാ ഇങ്ങനെ ഞാൻ ലോട്ടറി എടുക്കുന്നതുകൊണ്ട് കാരുണ്യം, അയ്യോ 29,000 പേർക്ക് ഇപ്പൊ ഉപകാരം കിട്ടി, ഒത്തിരി പേരുടെ ഓപ്പറേഷൻ നടന്നു, നേരിട്ടും കൊടുത്തൂടെ? ഇതിലും കൂടിയ പൈസ കൊടുക്കാലോ. ആരും ഉണ്ടില്ല, അതിനൊന്നും മനസ്സില്ല. ഒരു വെടിക്ക് രണ്ടു പക്ഷി. പ്രിയപ്പെട്ടവരെ, സൂത്രങ്ങളിലൂടെ ഉറവിടം തേടാതെ അനുഗ്രഹം തേടിപ്പോകുന്ന ആളുകളോടൊരു വാക്ക്, അർഹതയില്ലാത്തത് കൈവശപ്പെടുത്തുന്നത് അനുഗ്രഹമല്ല. ആരാണിത് തരുന്നതെന്ന് ആരാഞ്ഞറിയാതെ ആരിൽ നിന്നും ഒന്നും വാങ്ങരുത്. തരുന്നയാളുടെ ഉദ്ദേശം എന്താണെന്നറിയാതെ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കരുത്. തന്ത്രശാലിയായ സാത്താൻ നിന്റെ തലയിൽ അധികാരം പറഞ്ഞേക്കും. ഇയ്യോബിന്റെ ജീവചരിത്രത്തിൽ എഴുതാതെ പോയൊരു ഏട് ഇങ്ങനെ കേൾക്കാനിടയായിട്ടുണ്ട്. കഷ്ടത വന്നു, എല്ലാം നശിച്ചു, സ്വത്ത് പോയി, മക്കള് പോയി, പട്ടിണിയായി, പരിവട്ടമായി, തീരം മുഴുവൻ വ്രണമായി. ഇയ്യോബ് പുഴുത്തു നാറി കിടക്കുമ്പോ ആഹാരത്തിന് നിവൃത്തിയില്ല. ഒരാഴ്ച പട്ടിണിയായപ്പോ ഇയ്യോബിന്റെ ഭാര്യ ഇരക്കാൻ പുറത്തുപോയി. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വന്നു, കയ്യിൽ 4-5 യവത്തിന്റെ അപ്പം, വലിയ അപ്പം. ഇയ്യോബ് ചോദിച്ചു, ഇതെവിടുന്ന? അതൊരാൾ തന്നതാ. നീ എന്ത് പ്രതിഫലം കൊടുത്തു? ഞാനൊന്നും കൊടുത്തില്ല. ഇത് വെറുതെ തരുമോ ആരെങ്കിലും? ആ വെറുതെ തന്നതാ. വെറുതെ ആരും തരില്ല. ഇത് എന്തെങ്കിലും പ്രതിഫലം കൊടുത്തിട്ടുണ്ട് ഈ അപ്പത്തിന്. എന്താണ് നീ പ്രതിഫലം കൊടുത്തത്? എന്നോട് പറ. അതിന് ഞാൻ വിലയുള്ളതൊന്നും കൊടുത്തില്ല. എന്നാൽ നീ എന്തെങ്കിലും കൊടുത്തെന്ന് ഉറപ്പായല്ലോ. എന്താണ് നീ കൊടുത്ത സാധനം? മനുഷ്യ, ഞാൻ വിലയുള്ളതൊന്നും കൊടുത്തില്ല. നീ എന്താണ് കൊടുത്തത്? ഓ, അയാൾ പറഞ്ഞു, നിന്റെ തലേന്നൊരു 3 മുടിനാരിഴ പിഴുതു തരാമെങ്കിൽ ഞാൻ നിനക്ക് 5 അപ്പം തരാമെന്ന്. എന്നിട്ട് ഞാൻ പിഴുതു കൊടുത്തു. തൊട്ടുപോകരുത് ഈ അപ്പം. ഇപ്പോൾ തന്നെ കൊണ്ടുപോയി അപ്പം അയാൾക്ക് മടക്കി കൊടുത്തിട്ട് നിന്റെ ശിരസിലെ മുടിനാരിഴ തിരിച്ചു വാങ്ങിക്കൊണ്ടുവരണം. ഇയ്യോബിന്റെ കൽപ്പന. എന്താ മനുഷ്യ ഭ്രാന്ത് പറയുന്നത്? പെണ്ണെ, ശിരസിലെ മുടി അയാൾക്ക് പണയപ്പെടുത്തിയപ്പോൾ നീ നിന്റെ തലയാണ് പണയം വെച്ചത്. നാളെ അയാൾ നിന്റെ മേൽ അധികാരിയാകും.
യോബ് അവളെ പുറത്താക്കി എന്നാണ്. ദൈവമക്കളെ, വേദപുസ്തകത്തിലില്ലട്ടോ. ഉറവിടം തേടാതെ, തരുന്നവന്റെ ലാക്കറിയാതെ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കരുത്. അതല്ല അനുഗ്രഹം. ഒരു പക്ഷെ അത് നിന്റെ നിത്യശാപമായി മാറിയേക്കാം. പിന്തുടർന്ന് അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുക പലർക്കും സാത്താൻ. അതിൽ ആളുകൾ അങ്ങ് ഇമ്പപ്പെട്ടിരിക്കുക. തെറ്റായ ജീവിതം നയിക്കുമ്പോഴും സമൃദ്ധിക്കൊരു കുറവുമില്ലാതെ വരുമ്പോൾ ആളുകളുടെ ധാരണ ഇതാണ് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. അല്ല, അർഹതയില്ലാത്തതൊന്നും കൈവശം വയ്ക്കരുത്, മടിശീലയിൽ സൂക്ഷിക്കരുത്. അപകടമാണ്. ഹല്ലേലൂയ. എങ്കിൽ ശരിയായ അനുഗ്രഹം എവിടെ നിന്ന് വരും? അതാണ് ശരിയായ മേഖല, ദൈവത്തിൽ നിന്ന്. ആമേൻ. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 22-ാം തിരുവചനം. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും ആർക്കും കൂട്ടാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ അനുഗ്രഹത്താലാണ് സമ്പത്തുണ്ടാകുന്നത്. ദൈവമാണ് അനുഗ്രഹത്തിന്റെ ഉറവിടം. അതാദ്യം പറഞ്ഞല്ലോ. ശരിയായ അനുഗ്രഹം എവിടെ നിന്ന് കിട്ടും? ആർക്ക് കിട്ടും? എന്താണ് അതിൻ്റെ യോഗ്യത എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൽ നിന്ന് കിട്ടും. അർഹതപ്പെട്ടവർക്ക് കിട്ടും. എന്താണ് അർഹത? ഇനി എൻ്റെ മുമ്പിൽ 10 മിനിറ്റ് വിവരിച്ചു പറയാൻ നേരമില്ല. ദൈവമക്കളെ, ഒന്നാമത്തെ യോഗ്യത, നീ ഒരു വിശുദ്ധനായിരിക്കുക, നീ ഒരു നീതിമാനായിരിക്കുക. അതാണ് ഒന്നാമത്തെ അനുഗ്രഹത്തിൻ്റെ യോഗ്യത. ചില വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചു വെക്കട്ടെ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യം. നീതിമാന്റെ ശിരസിൽ അനുഗ്രഹങ്ങൾ വരുന്നു. അത് വന്ന് നിറയുന്നതാണ്. പിടിച്ചു വാങ്ങുന്നതല്ല, ഇരന്നു വാങ്ങുന്നതല്ല, ചോദിച്ചു വാങ്ങുന്നതല്ല. പ്രിയപ്പെട്ടവരെ, വഴിപാടുകളുമായി ദൈവത്തിന് മുമ്പിൽ ചെന്നിട്ട് കിട്ടുന്നതല്ല, സമരം ചെയ്ത് വാങ്ങുന്നതുമല്ല. നീതിമാന്റെ ശിരസിൽ അനുഗ്രഹങ്ങൾ വരുന്നു. അർഹത. ഹല്ലേലൂയ. 92-ാം സങ്കീർത്തനം 12-ാം തിരുവചനം. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. രണ്ടാമത്തെ കുക്കിലിയോൻ ഈ വാക്യത്തിൽ നിന്നുണ്ടായതാ. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. മരുഭൂമിയിലെ പന തികച്ചും പ്രതികൂല കാലാവസ്ഥയിൽ അത് പച്ചപ്പ് കൈവിടാതെ തികഞ്ഞ ഉന്മേഷത്തോടെ അടുത്തു വരുന്നവർക്ക് തണലും ആഹാരവുമായി എല്ലാ കാലവും ഉല്ലസിച്ച് ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുകയാണ്. ലബാനോനിലെ ദേവദാരു സഹസ്രാബ്ദങ്ങൾ പഴക്കമുണ്ടെങ്കിലും മരിക്കാത്ത മരമായി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദേവദാരു സഹസ്രാബ്ദങ്ങൾ ജീവിച്ചാലും മരിക്കാത്ത മരമാണ്. ഒരു ദേവദാരുവിന്റെ മിനിമം ആയുസ് 10,000 വർഷത്തിലധികമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ക്ഷയിച്ചു പോകാത്തവനാണ് നീതിമാൻ എന്നറിയുക. ഹല്ലേലൂയ. ആരാണ് നീതിമാൻ? ദൈവ ഇഷ്ടം പ്രവർത്തിച്ച് പാപത്തിൽ നിന്ന് വേർപെട്ട് വിശുദ്ധിക്കായി തന്നെ ജീവിതം അർപ്പണം ചെയ്ത് ആത്മാവിലും ശരീരത്തിലും മനസ്സിലും പൂർണ്ണ വിശുദ്ധി സൂക്ഷിച്ച് വാക്കിലും നോക്കിലും മനനത്തിലും നടപ്പിലും പെരുമാറ്റത്തിലും ഒരു ദൈവ പൈതലാണെന്ന പാതിവൃത്യം സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് യോഗ്യരായ വിശുദ്ധർ. ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുന്നവർക്ക് അനുഗ്രഹത്തിന് പഞ്ഞം ഉണ്ടാവില്ല, വന്ന് നിറയും. ആമേൻ. നമ്മുടെ ആളുകളുടെ ഒരു പൊതുവായ കുഴപ്പം എന്താ? മച്ചം പുറത്തിരിക്കുന്നത് എടുക്കണം, പക്ഷെ കഷ്ടത്തിലിരിക്കുന്നത് പോകാൻ പാടില്ല. മാനസാന്തരപ്പെടാൻ മനസ്സില്ല, പാപം ഉപേക്ഷിപ്പാൻ മനസ്സില്ല, ജീവിതം നിർമ്മലമാക്കാൻ മനസ്സില്ല. അനുഗ്രഹം എല്ലാം വേണം, നടപ്പാവില്ല. മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്ത മനുഷ്യൻ എന്തൊക്കെ ദൈവത്തോട് ചോദിച്ചാലും ഉത്തരം കിട്ടില്ല. വീട്ടിൽ ചെന്നിട്ട് 15-ാം സങ്കീർത്തനം വായിക്കണം. ദൈവമേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് കയറും? 10 ഉത്തരങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് വായിക്കണം, നേരമില്ല. 24-ാം സങ്കീർത്തനം 4-5 തിരുവചനങ്ങൾ. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സുവയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ കർത്താവിനോട് അനുഗ്രഹവും രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഹല്ലേലൂയ. നിർമ്മലരായിരിക്കുക, വിശുദ്ധരായിരിക്കുക, നീതിമാന്മാരായിരിക്കുക, കളങ്കരഹിതരായിരിക്കുക, അനുഗ്രഹിക്കപ്പെടും. സ്നേഹിതരെ, നീതിമാന്മാരും നീതിമതികളും ശുദ്ധിമതികളുമായിരിക്കുന്നുവോ? അതാണ് അനുഗ്രഹത്തിൻ്റെ യോഗ്യത. അലറിക്കരഞ്ഞിട്ടോ സ്വയം പീഡിപ്പിച്ചിട്ടോ ദൈവം മുമ്പിൽ സമരം ചെയ്തിട്ടോ അനുഗ്രഹം കിട്ടില്ല. അർഹത. ഒന്നാമത്തെ അർഹത, നീതിയും വിശുദ്ധിയും ഉള്ളവരാവുക. ഹല്ലേലൂയ. നീതിയും വിശുദ്ധിയും ഉള്ളവരാവുക. കേട്ടിട്ട് കാര്യമില്ല,
കേട്ടത് ജീവിതത്തിൽ ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കി അനുഗ്രഹിക്കപ്പെടുക. രണ്ടാമത്തെ യോഗ്യത, യോഗ്യതയ്ക്കുള്ള യോഗ്യത. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തരായിരിക്കുക. ഹല്ലേലൂയ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 20-ാം തിരുവചനം, വിശ്വസ്തനായ പുരുഷൻ അനുഗ്രഹസമ്പൂർണനായിരിക്കും. ഹല്ലേലൂയ. വിശ്വസ്തനായ പുരുഷൻ അനുഗ്രഹസമ്പൂർണനായിരിക്കും. ഒരാളെ വിശ്വസ്തനെന്ന് കണ്ടാൽ അകത്തളത്തിൽ പ്രവേശിച്ച് അധികാരം കൊടുക്കാൻ ആർക്കും മടി കാണില്ല. ഒരാളെ അവിശ്വസ്തനെന്ന് കണ്ടാൽ പിന്നെ അയാളെ സ്വന്തം വീടിനകത്ത് കയറ്റാൻ ആരും ധൈര്യപ്പെടില്ല. ഇല്ല. വിശ്വസ്തർക്ക് എവിടെയും ഇടം കിട്ടും, അവിശ്വസ്തർ പുറത്തു നിൽക്കേണ്ടി വരും. താലന്തുകളുടെ ഉപമയിൽ യേശു പറഞ്ഞത് ഓർമ്മയുണ്ടോ? ദൂരദേശത്ത് പോയ യജമാനൻ തന്റെ ദാസന്മാരെ വിളിച്ച് ഒരുവൻ 5, ഒരുവന് 2, ഒരുവന് 1 താലന്തുകൾ കൊടുത്തു. സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ പണസഞ്ചി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വ്യാപാരം ചെയ്യണം. ഇയാൾ വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വന്നപ്പോ ഒന്നാമൻ ചെന്ന് 5ന്റെ കൂടെ 5 കൂടെ ചേർത്ത് 10 കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും നേടി. രണ്ടാമൻ വന്ന് 2ന്റെ കൂടെ 4 കൊടുത്തിട്ട് പറഞ്ഞു, മൊത്തം 4 കൊടുത്തിട്ട് പറഞ്ഞു, യജമാനനെ ഞാൻ ഇത്ര നേടി. അവർ രണ്ടുപേരോടും യജമാനന്റെ മറുപടി, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് മേൽവിചാരകനാക്കും. ഹല്ലേലൂയ. നീ അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ നിന്നെ ഞാൻ അധികത്തിന് മേൽവിചാരകനാക്കും. നീ എൻ്റെ 10 പട്ടണങ്ങൾ ഭരിക്കുക, നീ എൻ്റെ 4 പട്ടണങ്ങൾ ഭരിക്കുക. 1 കെട്ടിയിട്ടത് തൂവാലയിൽ പൊതിഞ്ഞു കുഴിച്ചിട്ടവൻ വന്നിട്ട് നീ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തത് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന നീച മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞതിനാൽ നിന്റേത് കുഴിച്ചിട്ടു. ഇതാ എടുത്തോ. ദുഷ്ടദാസ, നീ എന്നെ കുറിച്ച് ഇത്രയുമൊക്കെ മനസ്സിലാക്കിയില്ലേ? ആരെവിടെ? ഇവനെ കയ്യും കാലും കെട്ടി കരച്ചിലും പല്ലുകടിയുമുള്ള അന്ധകാര സ്ഥലത്ത് തള്ളിക്കളഞ്ഞിട്ട് അവനുള്ള 1 കൂടെ എടുത്ത് 10 കൊടുപ്പീൻ. ആമേൻ. വിശ്വസ്തൻ അനുഗ്രഹീതനാണ്. അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിൻ മേൽവിചാരകനാക്കും. ഹല്ലേലൂയ. ഒരാളെ വിശ്വസ്തനെന്ന് കണ്ടാൽ ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കും. വിശ്വസ്തത ജീവിതത്തിൽ എത്രത്തോളമുണ്ട്? മിരിയാമുമായിട്ടുള്ള സംഭാഷണത്തിൽ ദൈവം പറഞ്ഞ വാക്ക് സംഖ്യാപുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം, എന്റെ ദാസനായ മോശയോ അങ്ങനെ അല്ല, അവൻ എന്റെ സകല ഗൃഹത്തിലും വിശ്വസ്തനാകുന്നു. അതുകൊണ്ട് മോശയോട് ദൈവം സംസാരിച്ചത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടത്രയെന്ന് സംഖ്യ 12-ന്റെ 5 മുതൽ 8 വരെ വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ദൈവം സാക്ഷ്യപ്പെടുത്തി മോശ വിശ്വസ്തൻ, അതുകൊണ്ട് അവനെ ആരും പരിഹസിക്കണ്ട, എനിക്ക് സഹിക്കാൻ പറ്റില്ല. ദാനിയേലിനെ കുറിച്ച് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 4-ാം വാക്യം പറയുന്നത് എന്തെന്ന്? രാജ്യം സംബന്ധിച്ച് അവന്റെ മേലിൽ കുറ്റം കണ്ടെത്തുവാൻ രാജ്യത്തെ മഹത്തുക്കളും അവന്റെ ശത്രുക്കളും ആവത് കിണഞ്ഞു ശ്രമിച്ചു. എന്നാൽ അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവന്റെ മേൽ കണ്ടുപിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ദാനിയേലിന്റെ യോഗ്യത, അവൻ വിശ്വസ്തനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ജനത്തോടൊരു ചോദ്യം, നിങ്ങൾ വിശ്വസ്തരോ? ദൈവത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ വചനത്തോട്, ദൈവിക ആരാധനയോട്, സ്വന്തം ജീവിത പങ്കാളിയോട്, കുടുംബജീവിതത്തിൽ നീ വിശ്വസ്തനാണോ, വിശ്വസ്തയാണോ? നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ നീ വിശ്വസ്തനാണോ, വിശ്വസ്തയാണോ? നിന്റെ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ നീ വിശ്വസ്തനാണോ, വിശ്വസ്തയാണോ? നിന്റെ മാതാപിതാക്കളെ കരുതുന്ന കാര്യത്തിൽ എങ്ങനെയാണോ? നിന്റെ സഭാജീവിതത്തിൽ നീ വിശ്വസ്തനാണോ? നിന്റെ സുവിശേഷ വേലയിൽ നീ വിശ്വസ്തനാണോ? ഹല്ലേലൂയ. പഠിക്കുന്ന മക്കളെ, നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി പഠനമാണ്. വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ വിശ്വസ്തരാണോ? അതിന് പിള്ളേരെവിടെയാ? ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട വലിയൊരു പ്രശ്നം, ഈ തലമുറ പള്ളി പോകുമ്പോൾ മക്കളെ കൊണ്ടുപോവില്ല. ഈ തലമുറ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോവില്ല. എന്താ കാര്യം? പിള്ളേർ പഠിക്കുക, അവർക്ക് പരീക്ഷയുണ്ട്, അവർക്ക് വലിയ വലിയ നിലയിലെത്തേണ്ടതാ. ഏതാ LKG പഠിക്കുന്നേ? അവരെ വീട്ടിലിരുത്തിയിട്ട് ഈ മാതാപിതാക്കൾ ഇവിടെ വന്നിരുന്ന് ഈ വചനമൊക്കെ കേട്ട് ഇവിടെ ഇരുന്ന് പാടിയും പ്രാർത്ഥിച്ചും കണ്ണുനീരൊഴുക്കിയും മടങ്ങിപ്പോയിട്ട് ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് മാതാപിതാക്കൾക്ക് വല്ല നിലവുമുണ്ടെങ്കിൽ ഇല്ല എന്ന് ഇന്നിപ്പോൾ പറയേണ്ടി വരുന്നു. അവരെയും കൊണ്ടുപോയി ഇവിടെ. അവരിരിക്കട്ടെ, അവർ കേൾക്കട്ടെ, അവർ ധ്യാനിക്കട്ടെ, അവരറിയട്ടെ, അവർ ജീവിതത്തെ തിരുത്തട്ടെ. മക്കളെ കൂടാതെ വന്ന മാതാപിതാക്കളെ നിങ്ങൾ ചെയ്തത് കഠിന ശിക്ഷ അർഹിക്കുന്ന ഒരു തെറ്റാണ് ദൈവത്തിന്റെ മുമ്പിൽ. ഹല്ലേലൂയ. ജീവിതത്തെ തിരുത്തുക. ആമേൻ. വിശ്വസ്തരായിരുന്നാൽ അനുഗ്രഹം താനേ വരും. ഒന്നുകൂടെ, 3, അഗതികളോടും സാധുക്കളോടും
ദയവുള്ളവരായിരിക്കുക. സദൃശവാക്യങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 9-ാം വാക്യം, ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും, അവൻ തൻ്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കുന്നുവല്ലോ. ആരിൽ നിന്നെങ്കിലും പിടിച്ചു വാങ്ങിയല്ല, ദാനം കിട്ടിയത് കൊടുക്കുകയല്ല, സ്വന്തം ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കുന്നവൻ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 19-17, എളിയവനോട് കൃപ കാട്ടുന്നവൻ കർത്താവിന് വായ്പ കൊടുക്കുകയാണ്, അവൻ ചെയ്ത നന്മയ്ക്ക് കർത്താവ് പ്രതിഫലം കൊടുക്കും. ഹല്ലേലൂയ. പാവങ്ങൾക്ക് വല്ലതും കൊടുക്കുന്നതൊക്കെ ദൈവത്തിന് വായ്പ കൊടുക്കുകയാണെന്ന് ദൈവവചനം. മത്തായി 5:7, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. സദൃശവാക്യം 3:27, നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യരായവർക്ക് ചെയ്യാതിരിക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യാൻ മനസ്സുണ്ടോ എങ്കിൽ അനുഗ്രഹം വരും. കിട്ടുന്നതെല്ലാം എൻ്റെ, നേടിയതെല്ലാം എൻ്റെ, നേടാവുന്നതെല്ലാം എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ സാമർഥ്യം കൊണ്ട്, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ നേടി എന്ന് അഹങ്കരിക്കുന്നവരെ, സാധുക്കളോടുള്ള മനസ്സെന്താണ്? നീ നോക്കിയിട്ട് സാധുക്കളെ കണ്ടില്ല ഇതുവരെ. അങ്ങനെ നോക്കിയിട്ടില്ലാത്തത് കൊണ്ടാ. ഹല്ലേലൂയ. എത്രയോ അഗതികൾ, എത്രയോ പാവങ്ങൾ, എത്രയോ അനാഥർ, എത്രയോ വിധവമാർ, എത്രയോ സങ്കടപ്പെടുന്നവർ, വിദ്യാഭ്യാസത്തിന് ബുദ്ധി ഉണ്ടായിട്ടും സാമ്പത്തികമില്ലാത്തവർ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും പണമില്ലാത്തത് കൊണ്ട് കെട്ട് നടക്കാത്തവർ, മാരക രോഗമാണെന്ന് അറിഞ്ഞിട്ടും പണമില്ലാത്തത് കൊണ്ട് ചികിത്സിക്കാത്തവർ, സങ്കടപ്പെട്ട് നീറിക്കരയുന്ന ജനത്തെ കണ്ടിട്ടും അത് കാണാൻ കണ്ണില്ലാതെ ജീവിക്കുന്നവർക്ക് അനുഗ്രഹത്തിന് അർഹതയില്ല. ഹല്ലേലൂയ. ജീവിതം അനുഗ്രഹപൂർണമാകണം, അതാവശ്യമാണ്. അത് പ്രാപിപ്പാൻ വിശുദ്ധരും നീതിമാന്മാരുമായിരിക്കുക, വിശ്വസ്തരായിരിക്കുക, സമസ്ത മേഖലകളിലും സാധുക്കളോട് കൃപ കാട്ടുക. അനുവദിക്കപ്പെട്ട സമയം തീർന്നു. ഇനി പ്രസംഗിച്ചാൽ അതിൻ്റെ പേര് അധിക പ്രസംഗം എന്നാവും. അതുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എന്ന് കേട്ടതൊന്നും മറക്കരുത്. മധുരമുള്ളൊരു വാക്കാണ്, എല്ലാവരും ആശിക്കുന്നൊരു വാക്കാണ് അനുഗ്രഹം. എന്താണ് അനുഗ്രഹമെന്നറിയാതെ അനുഗ്രഹമല്ലാത്തതിൻ്റെ പിന്നാലെ അനുഗ്രഹമെന്ന് നനച്ച് വെട്ടിപ്പിടിക്കാൻ ഓടുന്നവർ തിരുത്തണം. എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉറവിടമായ ദൈവം സ്വന്തമാകുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഞാൻ അവൻ്റെ സ്വന്തമാകുന്നതാണ് അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത. മാതാപിതാക്കളിൽ നിന്ന് അനുഗ്രഹം, ജനങ്ങളിൽ നിന്ന് അനുഗ്രഹം, പുരോഹിതന്മാരിൽ നിന്ന് അനുഗ്രഹം. പിശാചിൽ നിന്ന് പ്രാപിക്കരുത്. ഉറവിടം തേടാതെ ആരിൽ നിന്നും, ഉദ്ദേശം തേടാതെ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണം. അതിനുള്ള യോഗ്യത 1, നീതിയും വിശുദ്ധിയും ഉള്ളവരായിരിക്കുക. 2, വിശ്വസ്തരായിരിക്കുക. 3, സാധുക്കളോടും പാവങ്ങളോടും നല്ല മനസ്സോടെ പങ്കിടാൻ തയ്യാറാവുക. തീരുമാനം വല്ലതുമുണ്ടോ? ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ വചനം കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊള്ളുക. നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ പൊന്നു കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി നന്ദി പറയുന്നു. അപ്പാ, അവിടുത്തെ പാദപീഠത്തിൽ വന്ന നിൻ്റെ മക്കളെ നീ ചേർത്തിരുത്തിയിട്ട്, മാറോട് ചേർത്ത് പിടിച്ചിട്ട്, വാത്സല്യത്തോടെ തഴുകിയിട്ട് ഈ രാത്രി നീ ഞങ്ങളെ ഉപദേശിച്ചല്ലോ, നീ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ, ചിലപ്പോഴൊക്കെ നീ ഞങ്ങളെ ശാസിച്ചല്ലോ. ദൈവമേ, ഇതൊക്കെ ഞങ്ങളോട് പങ്കിട്ടത് ഞങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ വലിയ പ്രതീക്ഷ വെളിപ്പെടുത്താനാണ്. കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് നീ ആഗ്രഹിക്കൊണ്ടത്രേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അർഹതയില്ലായിരുന്നത് കൊണ്ടാണ് ഇന്ന് വരെ അനുഗ്രഹിക്കപ്പെടാതിരുന്നതെങ്കിൽ ഇതാ ഞങ്ങൾ വിനയപ്പെടുത്തുന്നു, താഴ്ത്തി ഏൽപ്പിക്കുന്നു. നിന്നെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഞങ്ങൾ മാനസാന്തരപ്പെടാൻ തീരുമാനിക്കുന്നു. ദൈവമേ, ഇന്ന് വിനയപ്പെട്ട തൃപ്പാദപീഠത്തിൽ സമർപ്പണം ചെയ്യുന്ന സകല മക്കളെയും നീ നെഞ്ചോട് ചേർത്ത് ആശ്ലേഷിക്കണമേ. നീ അവരുടെ സ്വന്തമായി തീരണമേ. അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ. അവരുടെ ബന്ധനങ്ങളെ അഴിക്കണമേ. അവരുടെ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ. അവരുടെ മുറിവുകളെ കട്ടണമേ. അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ. അവരുടെ ജീവിതത്തിൽ ഇറങ്ങി ആവസിച്ച് നിറയണമേ. അവരുടെ ജീവിതത്തിൽ നന്മകൾ വിതരണമേ. സന്തോഷവും സമാധാനവും പ്രത്യാശയും നിത്യജീവൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് ഈ ജനത്തെ നിറയ്ക്കണമേ. സങ്കടപ്പെട്ടു വന്ന വല്ലവരുമുണ്ടെങ്കിൽ സമാധാനത്തോടെ മടങ്ങിപ്പോകണമേ. സ്വർഗത്തിലെ ദൈവമേ, നിന്റെ ദാസനെ ശക്തീകരിച്ചതുകൊണ്ട് സ്തോത്രം. താഴ്ത്തി പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് തന്ന നല്ല ആലോചനകൾക്ക് നന്ദി. മഹത്വം കർത്താവെടുക്കണം. ഞങ്ങൾക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ഇപ്പോൾ സ്തോത്ര കാഴ്ച എടുക്കുന്നു.
ഗായക സംഘം പാട്ടുപാടുന്നു. ദൈവം തന്നതിനനുസരിച്ച് സമൃദ്ധിയായി ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇപ്പോൾ ഗായക സംഘം പാട്ടുപാടും. സ്തോത്രകാഴ്ച ആരംഭിക്കാം. ഈ ദേവാലയ അങ്കണത്തിലെ മണൽത്തരികൾ പോലും സംസാരിക്കുന്നത് ദൈവവചനമാണ്. കാരണം 92 വർഷമായിട്ട് അവർ കേൾക്കുന്നത് ദൈവവചനമാണ്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിത നൗകയുടെ അമരത്ത് യേശുവിനെ നിർത്തിയാൽ അവൻ നമ്മെ അനുഗ്രഹത്തിൻ്റെയും ദൈവിക സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിത്യജീവിതത്തിൻ്റെയും തുറമുഖത്തെത്തിക്കും. നമുക്ക് ചേർന്ന് പാടാം 44-ാമത്തെ ഗാനം, വിശ്വാസ കപ്പലിൽ യേശുവെ നോക്കി വിശ്വാസധീരനായി യാനം ചെയ്യുവാൻ. 44-ാമത്തെ ഗാനം ചേർന്ന് പാടാം. ും
ദൈവത്തിന് സ്തുതി. നാളെ രാവിലെ 7:15 പ്രഭാത പ്രാർത്ഥന, 8 മണിക്ക് വിശുദ്ധ കുർബാന. നാളെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും ധ്യാനയോഗത്തിന് നേതൃത്വം കൊടുക്കുന്നതും നമ്മുടെ ഇടവകക്കാരനായ ബഹുമാനപ്പെട്ട മുളയാങ്കുഴിയിൽ കുര്യാക്കോസ് അച്ഛനാണ്. പ്രാർത്ഥനയോടെ എല്ലാവരും രാവിലെ എത്തിച്ചേരണമേ. 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥന, 6:30 മണിക്ക് സുവിശേഷ ഗാനങ്ങൾ ആരംഭിക്കും. 7:15 നാളത്തെ സുവിശേഷ പ്രസംഗം റവറൻ ഫാദർ പ്രിൻസ് മണ്ണത്തൂർ. പ്രിയപ്പെട്ടവരെ, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പായി നമ്മുടെ ഗായക സംഘം മനോഹരമായി പാട്ടുകൾ ആലപിക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ എത്തിച്ചേരുകയാണെങ്കിൽ ആ പാട്ടിൽ ചേർന്ന് സന്തോഷിക്കാനായിട്ട് സാധിക്കും. സന്ധ്യാപ്രാർത്ഥനയിലും സംബന്ധിക്കാമല്ലോ. ഇന്ന് വളരെയേറെ ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട്. ഓരോ ദിവസവും കൂടുതൽ പേര് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവര്, ഇന്ന് വന്നവരെല്ലാവരും നാളെയും വരണം. കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ പുതിയതായി ഒരാളെയും കൂടെ കൊണ്ടുവരാൻ നിങ്ങൾ ഉത്സാഹിക്കണം. അങ്ങനെ നമ്മുടെ കൺവെൻഷൻ ധാരാളം ആളുകൾ വന്നു ചേർന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കട്ടെ. സൺഡേ സ്കൂൾ കുട്ടികളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്, ഓഫീസിന് മുമ്പിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് ഹെഡ് മാസ്റ്റർ അറിയിക്കുന്നു. ഇന്നലത്തെ സ്തോത്ര കാഴ്ച 7168 രൂപയാണ്. തിരിച്ചു പോകുവാനുള്ള വാഹന ക്രമീകരണം പതിവ് പോലെ ഇന്നുമുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിരുന്നത് പോലെ തന്നെ പള്ളി ഓഫീസിന് മുമ്പിൽ പ്രവർത്തിക്കുന്ന കൗണ്ടറിൽ ഇടവകയുടെ ആണ്ടുഭോഗം, അതുപോലെ ബോക്സ് കളക്ഷൻ, പെരുന്നാൾ ഓഹരി, പെരുന്നാൾ ദിവസത്തെ വിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയുടെ ഓഹരി 1000 രൂപ ഓഹരി കൊടുത്ത് രസീത് വാങ്ങാനായിട്ടുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. പെരുന്നാൾ നേർച്ച സദ്യക്കുള്ള നാളികേരം, അതുപോലെ കൺവെൻഷൻ സ്റ്റേജ്, കസേര മുതലായവ മൊത്തമായോ ഭാഗികമായോ സ്പോൺസർ ചെയ്യാനൊക്കെയും താല്പര്യമുള്ളവര് അത് ഓഫീസുമായി ബന്ധപ്പെട്ട് ചെയ്യണം. നേർച്ച സദ്യയ്ക്ക് ആവശ്യമായ നാളികേരവും മറ്റ് സാധനങ്ങളും ഭവനങ്ങളിൽ നിന്ന് എത്രയും നേരത്തെ പള്ളിയിൽ എത്തിക്കുന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കണമേ. നമ്മുടെ കൺവെൻഷൻ പ്രോഗ്രാം ലോകമെമ്പാടും ലഭിക്കുന്നതിന് വെബ്സൈറ്റ് പ്രവർത്തിക്കുന്ന വിവരം ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയതല്ലോ. www.mannoorpalli.com ആണ്. ഇത് ഈ വർഷം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കുവൈറ്റിൽ ജോലി ചെയ്യുന്ന അരികുപുറത്ത് ശ്രീമാൻ AM ജോസഫാണ്. അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിപ്പിൻ. യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ബുക്ക് സ്റ്റോളിൽ പള്ളിയിലേക്ക് വേണ്ട വഴിപാട് സാധനങ്ങൾ, സഭാവക പ്രസിദ്ധീകരണങ്ങൾ, സൺഡേ സ്കൂൾ പുസ്തകങ്ങൾ മുതലായവ ലഭിക്കും. എല്ലാവരും ആ ബുക്ക് സ്റ്റോൾ സന്ദർശിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് കിട്ടുന്ന വരുമാനം ആതുര സേവനത്തിന് വിനിയോഗിക്കുവാനുള്ളതാണ്. പള്ളിയിൽ വഴിപാട് വയ്ക്കുവാനുള്ള മുത്തുക്കൊട തുടങ്ങിയവയെല്ലാം ആ സ്റ്റോളിൽ കൊണ്ട് വച്ചിട്ടുണ്ട്. അതൊക്കെ വാങ്ങി വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. നിത്യപ്രാർത്ഥനാക്രമങ്ങൾ അടങ്ങിയ പാട്ടുപുസ്തകം പന്തലിൽ ലഭിക്കും. വില 10 രൂപയേ ഉള്ളൂ. ഒരു വാഹനത്തിന്റെ താക്കോല് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്.
അത് ഓഫീസിൽ ബന്ധപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. മംഗളം പ്രശ്നോത്തരി എല്ലാ ദിവസവും നടത്തുന്നുണ്ടല്ലോ. ഇന്നലത്തെ വിജയികളുടെ പേര് വിവരം അറിയിക്കട്ടെ. സമ്മാനം ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിക്കേണ്ടതാണ്. ഏലിയാമ്മ വർഗീസ് താഴത്തേക്കുടി, ഷാരോൺ സന്തോഷ് പുളിക്കക്കുടി, ബിബിൻ ബെന്നി മാറാച്ചേരി. ഇന്നത്തെ ചോദ്യം നിങ്ങളെ അറിയിക്കുന്നു. ഇയ്യോബിന് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി തിരിച്ചു കിട്ടിയത് എപ്പോൾ? ഉത്തരം 1 പിശാച് പരീക്ഷിച്ചപ്പോൾ. ഉത്തരം 2 കഷ്ടത അനുഭവിച്ചപ്പോൾ. ഉത്തരം 3 തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ. വാത്സല്യമുള്ളവരെ, ഇന്ന് വളരെ അനുഗ്രഹീതമായി കർത്താവ് നമ്മോടുകൂടെ ഇരുന്ന് വചനം തന്ന് നമ്മെ ധന്യരാക്കി തീർത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പുതിയ പുതിയ ആശയങ്ങൾ ഇന്ന് നമുക്ക് ലഭിച്ചല്ലോ. അർഹതയുള്ളവനാണ് അനുഗ്രഹം. അനുഗ്രഹം വേണമെങ്കിൽ അർഹത നേടണം എന്നാണ് ഇന്ന് വന്യനായ കോറപ്പിസ്കോപ്പ അച്ഛൻ നമ്മെ പഠിപ്പിച്ചത് ഉദാഹരണങ്ങളിലൂടെ. വന്യ കോറപ്പിസ്കോപ്പ അച്ഛനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓടി നടന്ന് വേല ചെയ്യുമ്പോൾ തളർന്നു പോകാതെ കർത്താവ് കാക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന് നന്ദിയായി കൊടുക്കാനുള്ളത്. നിങ്ങൾ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. വന്യ കോറപ്പിസ്കോപ്പ അച്ഛനോട് ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള സ്നേഹ ബഹുമാന ആദരവുകൾ, നന്ദി, കൃതജ്ഞത സമർപ്പിക്കുന്നു. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ അയൽപ്പള്ളി വികാരിമാരായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് പോൾ അച്ഛനും ബഹുമാനപ്പെട്ട KS ജെയിംസ് അച്ഛനും സന്നിഹിതരാണ്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് അവരുടെ സാന്നിധ്യം. അവരെ നന്ദിയോടെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട ഇടവകയിലെ അച്ഛന്മാരെ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമാപന ഗാനം പാടിക്കഴിഞ്ഞ് ബഹുമാനപ്പെട്ട KS ജെയിംസ് അച്ഛൻ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന നിർവഹിക്കും. അതിനുശേഷം കർത്തൃപ്രാർത്ഥന ചൊല്ലി നമുക്ക് പിരിയാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വന്ന് എല്ലാവരും നാളെയും വരണം കേട്ടോ. കൂടുതലായി ആളുകളെ കൂട്ടിക്കൊണ്ട് വരികയും വേണം. എല്ലാം സമൃദ്ധമായിരിക്കട്ടെ, അനുഗ്രഹകരമായിരിക്കട്ടെ. നമ്മുടെ പെരുന്നാളിൻ്റെ അനുഗ്രഹകരമായ നടത്തിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്ന എന്ന ഗാനം, 5ാമത്തെ ഗാനം പ്രാർത്ഥനാ ഗാനമായി ആലപിക്കുകയാണ്. നമുക്ക് ചേർന്ന് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ആ പ്രാർത്ഥനയിൽ പങ്കുചേരാം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഈ പ്രാർത്ഥനാ ഗാനം പാടി ചേരാം.
നമുക്ക് തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ചില രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പേരുകൾ ഇവിടെ വായിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് തലകളെ വണക്കി ഈ പേരുകൾ പറയുന്ന വേളയിൽ തന്നെ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രിയപ്പെട്ടവർക്ക് പൂർണ്ണമായ സൗഖ്യം ഉയരത്തിൽ നിന്ന് ദൈവം കൽപ്പിക്കുമാറാകണം. അനുഗ്രഹങ്ങളുടെ ദൈവം അവരെ സൗഖ്യമാക്കുമാറാകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മറിയാമ്മ മത്തായി മാരിക്കുടി തലയിൽ പ്രയാസമായിട്ട് ഭാരപ്പെടുന്നു. മറിയാമ്മ ഐസക് പുള്ളിനാട് നേത്രരോഗത്താൽ ഭാരപ്പെടുന്നു. ഗാർഡിയൻ ഏഞ്ചൽ സ്കൂൾ വിദ്യാർത്ഥി അഭിനവ് തലച്ചോറിൽ തകരാറ് സംഭവിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു. മേരി വർഗീസ് ഹൃദയ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നു. മാത്യു ക്യാൻസർ സംബന്ധമായ രോഗത്താൽ ലേക്ക് ഷോർ ആശുപത്രിയിൽ കഴിയുന്നു. ബീന തമ്പി അപകടം പറ്റി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നു. അഫ്സഫ് വർഗീസ് ബൈപ്പാസ് സർജറിക്ക് വേണ്ടി നാളെ ലിസി ആശുപത്രിയിൽ നടക്കുന്നു. സിയോ വർഗീസ് ആണി രോഗത്താൽ ഭാരപ്പെടുന്നു. മേരി എന്ന സഹോദരി കാലിൻ്റെ ഞരമ്പ് മരവിപ്പ് അനുഭവപ്പെട്ട് ഭാരപ്പെടുന്നു. ഈ പ്രിയപ്പെട്ടവരെയും മറ്റ് രോഗികളായി കടന്നു വന്നവരെയും ഓർത്തുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് ഒരു നിമിഷം ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട് സൗഖ്യമാക്കുന്ന കർത്താവ് ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിലുണ്ട്. അവനെ അനുഗ്രഹിപ്പാനായിട്ട് നമ്മുടെ മധ്യത്തിലുള്ളതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കാം. നമ്മളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തുതിക്കാം. അവൻ സൗഖ്യദായകനാണ്, അവൻ വിടുവിക്കുന്നവനാണ്. ഹല്ലേലൂയ. നമ്മൾ പാടി കേട്ടല്ലോ, യേശു നല്ലവൻ, അവൻ ആരിലും വലിയവൻ. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ആദിയും അന്തവുമായവനെ, അൽഫയും ഒമേഗയുമായവനെ, ഇരുന്നവനെ, ഇരിക്കുന്നവനെ, വരുന്നവനെ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയെ, സർവശക്തനെ, സർവജ്ഞാനിയെ, സർവവ്യാപിയെ, ഇന്നലെയും ഇന്നും മാറാത്തവനായ കർത്താവേ, യഹോവ റാഫയെ സൗഖ്യദായകനെ, യഹോവ ഷാലോമേ ഞങ്ങളുടെ സമാധാനമേ, യഹോവ നിസ്സിയെ ഞങ്ങളുടെ കൊടിയെ, യഹോവ ഇരേ ഞങ്ങൾക്കെല്ലാം നൽകുന്നവനെ, ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യ എഴുന്നള്ളി അവിടുത്തെ അനുഗ്രഹ വചനത്താല് അഭിമന്യ ഹോറെപ്പിസ്കോവൻ സംസാരിച്ചതിനായി സ്തുതിക്കുന്നു. ആ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനായിരിക്കാൻ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം ഇവിടെ പേര് പറഞ്ഞ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഇറങ്ങി വന്ന് സൗഖ്യമാക്കുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമറിയാമത്തായിക്ക് വേണ്ടി, പ്രിയമറിയാമ ഐസക്കിന് വേണ്ടി, അഭിനവ് എന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി, മേരി വർഗീസിന് വേണ്ടി, മാത്യുവിന് വേണ്ടി, ബീന തമ്പിക്ക് വേണ്ടി, അഫ്സഫ് വർഗീസിന് വേണ്ടി, സിയോ വർഗീസിന് വേണ്ടി, മേരിക്ക് വേണ്ടി, അല്ല കർത്താവേ ഇവിടെ കടന്നു വന്ന ക്ഷീണത്താലും ഭാരത്താലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച്, ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ സൗഖ്യം നൽകണമേ, അവിടുന്ന് വിടുവിക്കണമേ, അവിടുന്ന് സൗഖ്യം അയച്ച് അവിടുന്ന് നിന്റെ മക്കളില് അങ്ങയുടെ ജയം, അങ്ങയുടെ വിടുതല്, അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കലവറകള് തുറക്കുവാനാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് കൈവിടാത്തവനായിരിക്കാൻ സ്തുതിക്കുന്നു, മറക്കാത്തവനായിരിക്കാൻ സ്തുതിക്കുന്നു. മാറയെ മധുരമാക്കിയ ദൈവം അഗ്നിസ്തംഭം കൊണ്ടും മേഘസ്തംഭം കൊണ്ടും നടത്തിയ കർത്താവ്, മാറയെ മധുരമാക്കിയവൻ, മരുഭൂമിയിൽ മന്നാ കൊടുത്തവൻ, ചെങ്കടൽ രണ്ടായി ഭാഗിച്ചവൻ, ഹല്ലേലൂയ, സിംഹക്കുഴിയിൽ ഇറങ്ങി ദാനിയേലിനെ വിടുവിച്ചവനായ കർത്താവേ, കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന അങ്ങയുടെ ജനത്തിന്റെ മേലെ അങ്ങയുടെ കരങ്ങൾ സ്പർശിച്ച് അവിടുന്ന് സൗഖ്യത്തിന്റെ വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. മഹത്വവും മാനവും അങ്ങ് തന്നെ എടുക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണം. സ്വർഗീയ പരമപിതാവേ, ആമേൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ നമ്മുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്നുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. വിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായ നമ്മുടെ കർത്താവേ ശംസിഹ വാഴ്ത്തപ്പെട്ടവളാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണനാഴികയിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും
ആശ്വസിപ്പിക്കുകയും പരിപൂർണമാക്കുകയും കൂടെ ഇരുന്ന് വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും കാവലും കൂട്ടായ്മയും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളുമല്ല ഇപ്പോഴും ആവസിച്ചിരിക്കുമാറാകട്ടെ. 47ാമത്തെ ഗാനം സമാപന ഗാനമായി പാടുകയാണ്. യഹോവയൻ സങ്കേതമേ, എൻ ശാശ്വത പാറയും അവൻ തന്നെ. ശാശ്വത പാറയും അവൻ തന്നെ, എൻ കോട്ടയും എൻ ശൈലവും എനിക്കെല്ലാം യേശുവത്രേ. എൻ കോട്ടയും എൻ ശൈലവും എനിക്കെല്ലാം യേശുവത്രേ. യഹോവയൻ സങ്കേതമേ, എൻ ശാശ്വത പാറയും അവൻ തന്നെ, എൻ കോട്ടയും എൻ ശൈലവും എനിക്കെല്ലാം യേശുവത്രേ. എൻ കോട്ടയും എൻ ശൈലവും എനിക്കെല്ലാം യേശുവത്രേ. ശാശ്വത പാറയും അവൻ തന്നെ, എൻ കോട്ടയും എൻ ശൈലവും എനിക്കെല്ലാം യേശുവത്രേ. എൻ കോട്ടയും എൻ ശൈലവും എനിക്കെല്ലാം യേശുവത്രേ. യഹോവയൻ ഇടയൻ, ഭൂമിയിൽ താഴ്വരയിൽ നടന്നിടിലും എന്തിനു ഭയപ്പെടണം. വീടിനാതെ താഴിനാതെ വഴിയായിരിക്കും നാളെ, ഒരു നാളും തിരിയാതെ കൂടെയുണ്ട് ഇടയനവൻ. സങ്കേതമേ, ശാശ്വത പാറയും അവൻ തന്നെ, എൻ കോട്ടയും എൻ ശൈലവും എനിക്കെല്ലാം യേശുവത്രേ. എൻ കോട്ടയും എൻ ശൈലവും എനിക്കെല്ലാം യേശുവത്രേ. യഹോവയൻ സങ്കേതമേ, ശാശ്വത പാറയും അവൻ തന്നെ, എൻ കോട്ടയും എൻ ശൈലവും
യേശുവത്രേ കോട്ടയും ശൈലവും എനിക്കെല്ലാം യേശുവത്രേ